ഭദ്രാസനമായി ഈ കാലയളവിൽ കുടുംബ വർഷമായി തീരുമാനിച്ചിരിക്കുകയാണല്ലോ. വേദപുസ്തകം ആരംഭിക്കുന്നതും കുടുംബത്തോട് ചേർന്നാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് ദൈവം തക്ക തുണയെ കൊടുത്തുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് പുതിയ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നത് നോഹയുടെ കുടുംബത്തോട് ചേർന്നാണ് പുതിയൊരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ യേശു കർത്താവിൻ്റെ തിരുജന്മത്തോട് ഉള്ള ബന്ധത്തിലും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ അനുഭവം അവിടെ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ യേശു കർത്താവിൻ്റെ ആദ്യത്തെ അടയാളങ്ങൾ അതും ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അവസാനം വേദപുസ്തകം അവസാനിപ്പിക്കുന്നതും ഒരു വലിയ വിവാഹത്തോട് ഉള്ള ബന്ധത്തിലാണ്. മണവാളനെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന സഭയായ മണവാട്ടിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. കുടുംബത്തിൻ്റെ സ്ഥാപന സ്വർഗത്തിലെ ദൈവമാണ്. ദൈവം സ്ഥാപിച്ച കുടുംബം അത് ദൈവിക പദ്ധതി പ്രകാരം ദൈവം ഏറ്റവും അധികം താല്പര്യത്തോടെ ക്രമീകരിച്ച ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിന് സഭ വലിയ പ്രാധാന്യം നൽകുന്നു. നമ്മളെല്ലാവരും കുടുംബത്തിൽപ്പെട്ട അംഗങ്ങളാണ്. വിവിധ റോളുകളിൽ നാം അതിലൊക്കെ ഭാഗവാക്കാകുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബജീവിതം സ്വർഗീയ അനുഭവത്തിലായിത്തീരുവാനും സ്വർഗീയ സന്തോഷം അനുഭവിക്കാനും ഇടയാകട്ടെ. ഈ കുടുംബവർഷം ഭദ്രാസനത്തിന് അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഞാൻ ഒരു ചെറിയ കഥ പറഞ്ഞ് ആരംഭിക്കാം. ഒരു മകൻ അപ്പനോട് പറഞ്ഞു, എനിക്കൊരു ചെറിയ കഥ പറയാനുണ്ട്. ഞാൻ പോകുന്നിടത്തൊക്കെ പറയുന്നതാണ്, കേട്ടിട്ടുള്ളവർ കാണും. അതിനകത്തൊരു ചെറിയ ചോദ്യവുമുണ്ട്. അപ്പോൾ അപ്പം പറഞ്ഞു, അതിനെന്താ? അവൻ പറഞ്ഞു, ഒരു വലിയ തടാകത്തിൻ്റെ കരയിൽ ഒരു വലിയ വൃക്ഷം. ആ വൃക്ഷത്തിൻ്റെ ഒരു കൊമ്പ് തടാകത്തിലേക്ക് നിൽക്കുന്നു. അതിൽ ഈ തടാകത്തിലോട്ട് നീണ്ടു നിൽക്കുന്ന കൊമ്പിൽ 5 തവളകൾ കയറിയിരിപ്പുണ്ട്. അതിൽ ഒരു തവള കുളത്തിലേക്ക് ചാടാൻ തീരുമാനിച്ചു. അവൻ പപ്പാട് ചോദിച്ചു, ചോദ്യം, ബാക്കി എത്ര തവളകളുണ്ട്? അപ്പൻ പറഞ്ഞു, ഇതിനെന്താടാ ഇത്ര ചോദ്യം ഉത്തരം പറയാൻ? വലിയ വൃക്ഷത്തിൻ്റെ ഒരു കൊമ്പ് തടാകത്തിലേക്ക് നിൽക്കുന്നു. അതിൽ 5 തവളകൾ കയറിയിരിക്കുന്നു. അതിലെ ഒരു തവള ചാടാൻ തീരുമാനിച്ചു, ബാക്കി 4. അപ്പോൾ ആ കൊച്ചൻ പറഞ്ഞു, ആൻസർ തെറ്റാണ്. ചാടാൻ തീരുമാനിച്ചതേ ഉള്ളൂ, ചാടിയില്ല. ഇരിപ്പ് അവിടെ തന്നെയാണ്. മാർത്തോമാക്കാരെ സംബന്ധിച്ചിടത്തോളം ഓരോ കൺവെൻഷൻ കഴിയും തോറും നമ്മൾ പല തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മുൻപന്തിയിലാണ്. പക്ഷേ ഇരിപ്പ് ഇപ്പോഴും കൊമ്പിൽ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല, മാറ്റങ്ങളില്ല. മറ്റൊരനുഭവം, ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് യാത്ര ചെയ്ത് തിരുവല്ലയിൽ കാർ ഓടിച്ച് പോകുന്ന വഴിക്ക് രാത്രി ആയതുകൊണ്ട് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തട്ടുകടയുടെ അടുത്ത് നിർത്തി ഒരു കട്ടൻ കാപ്പി കുടിക്കാൻ നിർത്തി. എൻ്റെ വേഷം കണ്ടിട്ട് എൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ദൈവദാസനാണോ? ഞാൻ പറഞ്ഞാണ്. ഏത് സഭയാണ്? ഞാൻ പറഞ്ഞു, മാർത്തോമാ സഭയാണ്. ഞാൻ പറഞ്ഞു, എങ്ങോട്ടാണ് പോകുന്നത്? കൊട്ടാരക്കരയ്ക്കാണ്. എന്നെ കൂടെ വിടുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്താ, കയറിക്കോളാൻ പറഞ്ഞു. സംസാരിച്ചു പോകാമല്ലോ. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പാസ്റ്ററാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് പോകുമ്പോൾ പല കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം എന്നെ പരിചയപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞു, ഞാനൊരു സെൻട്രൽ പാസ്റ്ററാണ്. കാര്യങ്ങളെല്ലാം പറഞ്ഞു. കൊട്ടാരക്കരയ്ക്ക് അപ്പുറമാണ് താമസിക്കുന്നത്. എല്ലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ അടുത്ത സമയത്ത് ഞാനൊന്ന് മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞു. അതെന്നെ വല്ലാതെ ചലഞ്ച് ചെയ്തു. ഒരു സെൻട്രൽ പാസ്റ്റർ മാനസാന്തരപ്പെട്ടെന്ന് പറയുമ്പോൾ അതെന്താ എന്നുള്ളത് ഞാൻ ആകാംക്ഷയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 3 ആമക്കളാണ്. അതിലെ ഇളയ മകൻ്റെ കൂടാണ് ഞാൻ താമസിക്കുന്നത്. ഇളയ ഒരു മകനുണ്ട്, അവൻ ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ്. അവൻ എന്നോട് ഈ അടുത്ത സമയത്ത് ഒരു ചോദ്യം ചോദിച്ചു.
അപ്പച്ചൻ എത്ര വർഷമായി വേദോത്സവം വായിക്കുന്നു? കൂടെ കിടക്കുന്നവർക്കാണല്ലോ രാപ്പനി അറിയാവുന്നു. കൊച്ചുമോൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, മോനെ 60 വർഷമായി ഞാൻ രാവിലെയും വൈകിട്ടും മുടക്കം വരാതെ ദൈവവചനം വായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇടയ്ക്ക് 2-3 ദിവസമൊക്കെ മുടക്കം വന്ന് കാണും, എന്നാലും മിക്കവാറും രാവിലെയും വൈകിട്ടും എല്ലാ ദിവസവും വേദോത്സവം വായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൻ ചോദിച്ചു, അപ്പച്ചൻ്റെ മുൻകോപത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അപ്പച്ചൻ്റെ സ്നേഹം ദൈവവചനം പറയുന്നത് പോലാണോ? അപ്പച്ചൻ ക്ഷമിക്കാറുണ്ടോ? അപ്പച്ചൻ ഇന്നലെ വായിച്ച വേദഭാഗത്തിൽ ഏതെങ്കിലും ഒന്ന് ജീവിതത്തിൽ നടപ്പാക്കാറുണ്ടോ? കൊച്ചുമോൻ ചോദിച്ച ചോദ്യത്തിൻ്റെ മുമ്പിൽ വാക്ക് അടഞ്ഞുപോയി. അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോഴും കണ്ണു നിറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അന്ന് വൈകുന്നേരം ഞാൻ വേദപുസ്തകം, കുടുംബപ്രാർത്ഥന കഴിഞ്ഞ് വേദപുസ്തകം വായിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ചോദ്യം എൻ്റെ കാതിൽ മുഴങ്ങി. വേദപുസ്തകം വായന നിർത്തി. എന്നിട്ട് അദ്ദേഹം അന്ന് മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ കൊച്ചുമകൻ്റെ മുമ്പിലെങ്കിലും ഞാൻ വായിക്കുന്നത് അതനുസരിച്ച് ജീവിക്കാൻ എന്നെ നീ കൃപ ചെയ്യണമെന്ന്. അത് എന്നോട് സംസാരിച്ച ഒരു കാര്യമാണ്. നമ്മൾക്ക് പള്ളിയിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ സ്ഥാനവും മാനവും ഒക്കെ ഉണ്ടാവും. വചനം നമുക്കറിയാം. ഇന്ന് ഞാൻ സുവിശേഷകരുടെ മീറ്റിങ്ങിൽ പ്രസംഗിച്ചപ്പോൾ ഷേക്സ്പിയർ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു, അതിപരിചയം അത് അപകടമാണെന്ന്. നമുക്ക് വചനം നല്ല നിശ്ചയമാണ്, പക്ഷേ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയാതെ പോകും. ഇന്നെൻ്റെ ആഗ്രഹം, പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങളും ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഒന്ന് ശോധന ചെയ്യുകയും ആ ശോധനയിലൂടെ നമ്മളെ തന്നെ കാണുകയും ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഏറ്റെടുത്ത് അത് നടപ്പാക്കാനുള്ള പ്രാഗൽഭ്യം ഇന്ന് നമുക്കുണ്ടാകണം. കുടുംബത്തിൽ അതൊരു സാക്ഷ്യമായി തീരണം. ഇസ്രായേൽ ജനം ആധുനിക ക്രൈസ്തവ ലോകത്തിൻ്റെ ഒരു പതിപ്പാണ്. ഇവിടെ വായിച്ച വേദഭാഗം നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അതിലെ 24-ാമത്തെ വാക്യം കുറിവാക്യമായി വായിച്ചുകൊണ്ട് ദൈവവചന കേൾവിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 24-ാമത്തെ വാക്യം, എൻ്റെ ദാസനായ കാലേബോ, അവൻ വേറൊരു സ്വഭാവമുള്ളതുകൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും, അവൻ്റെ സന്തതി അത് കൈവശമാക്കും. ഒരു വാക്കൂടെ പ്രാർത്ഥിക്കാം. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടും നീയല്ലോ ഞങ്ങൾക്കുള്ള. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല ദിവസത്തിനായി സ്തോത്രം. കഴിഞ്ഞ 4 ദിവസങ്ങളിലും വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. 4 ദിവസവും ദൈവവചനം ശുശ്രൂഷിച്ചവർക്കായി സ്തോത്രം. ഞങ്ങളുടെ അഭിമന്യ തിരുമനസ്സിനായി സ്തുതിക്കുന്നു. ഈ ദേശത്തിന്, ഭദ്രാസനത്തിന്, സഭയ്ക്ക് അവിടുത്തെ അഭിഷേകത്തിലൂടെ ലഭിക്കുന്ന ശക്തമായ നിർദ്ദേശത്തിനും നിയോഗത്തിനും എല്ലാ നേതൃത്വത്തിനുമായിട്ട് സ്തോത്രം. നല്ല ജീവിതത്തിനായി സ്തോത്രം. ദൈവമായ കർത്താവേ, ഹല്ലേലൂയ. തിരുമനസ്സിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കൗൺസിൽ അംഗങ്ങൾക്കായിട്ട്, എല്ലാ അസംബ്ലി അംഗങ്ങൾക്കായിട്ട്, എല്ലാ അച്ഛന്മാർക്കായി, സുവിശേഷകർക്കായി, ഭദ്രാസന ചുമതലക്കാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേദിയിലായിരിക്കുന്ന, സദസ്സിലായിരിക്കുന്ന വന്യവൈദികർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് അല്പസമയം നിൽക്കട്ടെ കർത്താവേ. അടിയൻ്റെ വായിലെ വാക്കുകൾ, അവിടുത്തെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനം അങ്ങേക്ക് പ്രസാദകരമായി തീരുവാൻ സഹായിക്കണം. ഇന്നലത്തെ പരിചയത്തിൽ പ്രസംഗിപ്പാനിടയാകരുതേ. പുത്തൻ അഭിഷേകത്തോടെ, പുതിയ കൃപയോടെ നിർത്തണമേ. മഹത്വം തിരുമേനി മാത്രം എടുക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവം കരങ്ങൾ ഉയർത്തുക. ഹല്ലേലൂയ പറയാം ശക്തിയോടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം ഇസ്രായേൽ ജനം മിസ്രൈം അടിമത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് മോശയുടെ നേതൃത്വത്തിൽ വരുമ്പോൾ മോശ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കത്തില്ല എന്നുള്ളത് അറിയാം. എന്നാൽ അദ്ദേഹം ദൈവസന്നിധിയിൽ ദൈവജനത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ലഭിച്ച ഒരു വേദഭാഗമാണ് ഇവിടെ വായിച്ചു കേട്ടത്.
ദൈവം പറഞ്ഞു, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു, അതിന് മറുപടിയും ഞാൻ നൽകിയിരിക്കുന്നു. അതുപോലൊക്കെ സംഭവിക്കും. പക്ഷേ എൻ്റെ വാക്ക് കേട്ട് മരുഭൂമിയിലേക്ക് ഇറങ്ങിത്തിരിച്ച, നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ച, നല്ല തുടക്കം കുറിച്ച പിതാക്കന്മാർ, അവർ 10 പ്രാവശ്യം എൻ്റെ അത്ഭുതങ്ങൾ കണ്ടിട്ടും എൻ്റെ അതിശയ പ്രവൃത്തികൾ കണ്ടിട്ടും എൻ്റെ ബലമുള്ള നിയോഗം അവരെ അറിയിച്ചിട്ടും അവർ എന്നെ പരീക്ഷിച്ചു. അതുകൊണ്ട് ദൈവം പറയാണ്, അവരാരും അവിടെ കടക്കുകയില്ല, അവിടെ കയറുകയില്ല, കനാനിൽ പ്രവേശിക്കുകയില്ല. എന്നാൽ അവരുടെ സന്തതി അത് കൈവശമാക്കും. ദൈവമക്കളെ, വളരെ ഗൗരവമായി എടുക്കുന്ന പല കാര്യങ്ങൾ നമുക്കുണ്ട്. കുഞ്ഞുങ്ങളുടെ ജോലി, അവരുടെ പഠനം, അവരുടെ ഭാവി, അവരുടെ വിവാഹം, സമ്പത്ത്, ഇതൊക്കെ നമ്മൾ ഗൗരവമായി എടുക്കുന്ന കാര്യമാണ്. അതെടുക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ ആത്മീയ ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദിമ പിതാക്കന്മാർക്കുണ്ടായിരുന്ന ആ വലിയ ഗൗരവമായ ദൈവവിഷയം ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോയി. ഗൗരവമായി എടുക്കുന്നില്ല. പള്ളി ആരാധന ഗൗരവമായി എടുക്കുന്നില്ല, കൂട്ടായ്മകൾ ഗൗരവമായി എടുക്കുന്നില്ല, ദൈവവചന പഠനം, ദൈവവചന ആലോചനകൾ, ഇതൊന്നും ഗൗരവമായി എടുക്കുന്നില്ല. മറ്റു പല കാര്യങ്ങൾക്ക് നമ്മൾ ഗൗരവം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മീയ കൂട്ടങ്ങൾക്ക് ഇന്ന് താല്പര്യം കുറഞ്ഞു വന്നിരിക്കുക. പള്ളികൾ വലുതായി ആകുന്തോറും, അതിനു വേണ്ടുന്ന സാമ്പത്തിക സഹായം നൽകും തോറും അതിനകത്തിരിക്കുന്നവർ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. ആഘോഷങ്ങളും ആർപ്പുവിളികളും ആർഭാടവും മാത്രമാണ് ഈ ആത്മീയ അനുഭവത്തിൽ ഇപ്പോൾ നടക്കുന്നത്. ദൈവവചനത്തിൻ്റെ ഗൗരവം നഷ്ടപ്പെട്ടു പോയി. ഈ അടുത്ത സമയത്ത്, ക്രിസ്മസിൻ്റെ സമയത്ത് നടന്ന ഒരാഘോഷം ഒരു പള്ളിയിൽ പ്രയാസമായി. അച്ഛൻ ആദ്യം തന്നെ പറഞ്ഞു, നാസിക് ഡോള് ഇവിടെ പറ്റുകയില്ല, കമ്പം അത് ഇവിടെ നടക്കുകയില്ല. പക്ഷേ അവരത് നടത്തി. പള്ളിയിൽ നടത്തിയില്ല, പള്ളിയുടെ ചുറ്റും നടത്തി. വലിയ ഒരനുഭവം. അതിന് എത്രമാത്രം ജനമായിരുന്നറിയോ? അടുത്ത ദിവസം അത് നടന്നു കഴിഞ്ഞതിന് ശേഷമുള്ള കൺവെൻഷനിൽ 50 പേര് പോലും പങ്കെടുത്തില്ല. ദൈവവചനത്തോടുള്ള താല്പര്യവും അതൊക്കെ കുറഞ്ഞ ആർഭാടത്തിനും ആഘോഷത്തിനുമൊക്കെ ആയിട്ട് ലോക അനുഭവങ്ങളിലേക്ക് സഭ മാറിക്കഴിഞ്ഞു. ദൈവവചനം പറയുന്നു, നിന്റെ തുടക്കം നല്ലതാണ്, നീ എൻ്റെ വാഗ്ദത്തം കണ്ടതാണ്, വചനം കേട്ടതാണ്, നീ എൻ്റെ അത്ഭുതങ്ങൾ കണ്ടതാണ്, പക്ഷേ നീ അതിനെ ഗൗരവമായി എടുത്തില്ല. അതുകൊണ്ട് ദൈവം ദയയുള്ള ദൈവമാണ്, ദീർഘക്ഷമയുള്ള ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്, സ്നേഹവാനായ ദൈവമാണ്. അതോടൊപ്പം തന്നെ അവൻ തീഷ്ണതയുള്ള ദൈവവും കൂടാ. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ഗൗരവമായി എടുക്കേണ്ടത് ആവശ്യമായ കാര്യമാണ്. ഇവിടെ പറഞ്ഞു വന്നിട്ട് ദൈവം ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ്. നമ്മളെല്ലാം കുടുംബത്തിൽ ഓരോരോ വ്യക്തികളായി പല അനുഭവത്തിൽ പല റോളുകൾ വഹിക്കുന്നവരാണ്. ദൈവം ഇവിടെ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തിയത് എന്നെ വല്ലാതെ സ്വാധീനിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് കാലേബെന്നാണ്. നമുക്കെല്ലാവർക്കും ദൈവത്തെ അറിയാം. ദൈവത്തെക്കുറിച്ച് നമ്മൾ പല വ്യാഖ്യാനങ്ങൾ പറയും. ഞാനും ചോദിക്കട്ടെ, ദൈവത്തിന് നമ്മെ അറിയാം, അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ദൈവം ഇന്ന് നമ്മളെക്കുറിച്ച്, ഈ ആള് ഇന്നതുപോലാണ് എന്ന് ദൈവം നമ്മളെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ എപ്രകാരമായിരിക്കും? വേദപുസ്തകത്തിൽ അബ്രഹാമിനെക്കുറിച്ചും ദാവീദിനെക്കുറിച്ചും ഇയ്യോബിനെക്കുറിച്ചും ഒക്കെ ദൈവം പറഞ്ഞ് നമുക്കറിയാം. നഥനയേലിനെ കുറിച്ച് കർത്താവും പറഞ്ഞത് നമുക്കറിയാം. എന്നാൽ ഇവിടെ വളരെ അനുഗ്രഹകരമായി 3 കാര്യങ്ങൾ ഈ കാലേബിനെ കുറിച്ച് ദൈവം പറയുക. ഒന്നാമത്തെ കാര്യം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ തന്നെ ഉണ്ട്. അവൻ എൻ്റെ ദാസനാണ്. ഒന്നാമത് ദൈവം പറഞ്ഞ ഒരു കാര്യം, അവൻ എൻ്റെ ദാസനാണ്. ദൈവമക്കളെ, ഇത് വലിയൊരു അനുഭവമാണ്. ദൈവം പറഞ്ഞ ആ വാക്കിന് ഒരു പ്രത്യേകതയുണ്ട്. ദൈവം പറയുകയാണ്, അവൻ്റെ ഉടമസ്ഥാവകാശം എൻ്റെ പക്കലാണ്. അവൻ അനാഥനല്ല, അവൻ എനിക്ക് അവകാശപ്പെട്ടവനാണ്. ഞാൻ അവനെ വിലയ്ക്ക് വാങ്ങിയതാണ്. ആ വലിയ അനുഭവത്തിലാണ് അവൻ എൻ്റെ ദാസനാണെന്ന് പറഞ്ഞു. എന്താണ് ദാസൻ്റെ ഉത്തരവാദിത്വം? കൂലിക്കാരൻ വൈകുന്നേരമാകുമ്പോൾ സമയം നോക്കി നിന്ന് കൂലി മേടിച്ച് മടങ്ങിപ്പോകും. ദാസൻ അവിടെ നിൽക്കും. ദാസന് സ്വന്തം ആഗ്രഹങ്ങളോ സ്വന്തം ഇഷ്ടങ്ങളോ ഒന്നുമില്ല. യജമാനൻ്റെ സന്തോഷമാണ് ദാസൻ്റെ ആഗ്രഹം. പ്രൈസ് ദ ലോർഡ്. ഈ അടിമത്വം നടന്നിരുന്ന ഒരു കാലഘട്ടം,
അടിമത്വ വ്യാപാരം. അത് മല്ലപ്പള്ളിയിലൊക്കെ അതിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു കഥ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു അടിമക്കുടുംബം, അപ്പനും അമ്മയും മകനും അടങ്ങുന്ന കുടുംബം. ആ കുടുംബം അത് ഇതുവരെ ഒരു യജമാനൻ്റെ കീഴിലായിരുന്നു. ആ യജമാൻ വിചാരിച്ചു ഈ 3 എണ്ണത്തിനെയും കൂടെ തീറ്റിപ്പോറ്റാൻ വയ്യ, അങ്ങ് വിറ്റേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ അടിമ കുടുംബത്തിന് വലിയ വിഷമമായി. സ്വാതന്ത്ര്യമില്ലല്ലോ, ഞങ്ങളെ 3 പേരെ ഒരാൾ തന്നെ മേടിപ്പിക്കണം, ഒരാൾക്ക് തന്നെ കൊടുക്കണം എന്നൊന്നും പറയാൻ പറ്റുകയില്ലല്ലോ. ആകപ്പാടെ പ്രയാസമായി. അതുകൊണ്ട് അടിമകൾ പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങളെ വേർപിരിക്കരുതേ. പക്ഷേ എന്തായിരുന്നാലും അവിടെ ചെന്നു. അടിമച്ചന്തയിൽ നിർത്തിയിരിക്കുന്നു. ഒരാൾ വന്ന് ഈ അപ്പൻ അടിമയെ കണ്ടു, ഇഷ്ടപ്പെട്ടു, ചോദിച്ച വില കൊടുത്ത് മേടിച്ചു. അപ്പൻ ഭാര്യയും മകനെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇനി മനുഷ്യായുസ്സിൽ എനിക്ക് കാണാൻ പറ്റത്തില്ലല്ലോ, എങ്ങോട്ടാ എവിടെയാ പോകുന്നത് ഒന്നും അറിയത്തില്ല. അത് കഴിഞ്ഞപ്പോൾ അമ്മ അടിമയെ ഒരാൾ വന്ന് മേടിച്ചു. അദ്ദേഹം മകനെ കെട്ടിപ്പിടിച്ച് ഈ മാതാവ് കരഞ്ഞു. ഇനി ആയുസ്സിൽ നമുക്ക് കാണാൻ പറ്റുമോ? പൊന്നുമോനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ആ വഴിക്ക് പോയി. ഒരാൾ വന്ന് ഈ കൊച്ച് മോൻ അടിമയും മേടിച്ചു. 3 പേരും 3 സ്ഥലത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. തിരിഞ്ഞു നോക്കി കണ്ണ് നിറഞ്ഞ് ഇങ്ങനെ പോകുന്നത് കണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ നിന്ന ഒരു മനുഷ്യൻ അതിന് ഓടിച്ചെന്ന് ഈ അപ്പനടിമയെ പോയി കൊണ്ടുവന്ന ആളൊരിക്കൽ പറഞ്ഞു, ഈ അടിമ എനിക്ക് തരണം. അത് ഞങ്ങൾ വേറെ അടിമകളുണ്ടല്ലോ, മേടിച്ചാട്ടെ എന്ന് പറഞ്ഞപ്പോൾ അപ്പൻ പറഞ്ഞു, ആ യജമാൻ പറഞ്ഞു, ഇല്ല ഈ അടിമയെ തന്നെ വരണം, അത് ഞാൻ തരത്തില്ല. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ചോദിക്കൂ വില, നിങ്ങൾ ചോദിക്കുന്നതാ വില, അത് തന്ന് ഞാൻ മേടിക്കും. നല്ല ഒരു തുക കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ബിസിനസ് മൈൻഡിൽ ആ വലിയ തുക കൊടുത്ത് അദ്ദേഹം ആ അടിമയെ വിറ്റു, അദ്ദേഹം മേടിച്ചു. അമ്മയടിമയുടെ ഒരിക്കൽ കൊണ്ടുപോകുന്ന യജമാൻ്റെ ഒരിക്കലും ഇതുപോലെ ചെന്ന് പറഞ്ഞ് വലിയൊരു തുക കൊടുത്ത് മേടിച്ചു. മോനടിമയും അതുപോലെ തന്നെ മേടിച്ചു. തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവർ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, നോക്കൂ, ഇന്നു മുതൽ നിങ്ങൾ ആരുടെ അടിമയല്ല, ഞാൻ സ്വാതന്ത്ര്യം തന്നിരിക്കും, നിങ്ങൾ പൊയ്ക്കോ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാം, നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ആ 3 പേരും പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവരുടെ കണ്ണു നിറഞ്ഞു. അവരവിടെ വീണ് ആ യജമാനൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. കുറച്ച് മുമ്പ് തന്ന സ്വാതന്ത്ര്യത്തിൻ്റെ, അടിമകൾക്ക് സ്വാതന്ത്ര്യത്തോടെ പറയാൻ പറ്റത്തില്ലല്ലോ, അങ്ങ് തന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഒരപേക്ഷയുണ്ട്. ഞങ്ങളെ ദൂരത്തു നിന്ന് ഞങ്ങളുടെ വേദനകൾ മനസ്സിലാക്കി, ഞങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി, ഞങ്ങളുടെ ഭാരം മനസ്സിലാക്കി, ഞങ്ങൾക്ക് കിട്ടാത്ത വലിയ വില കൊടുത്ത് ഞങ്ങളെ അവിടുന്ന് മേടിച്ച് ഞങ്ങളെ സ്വതന്ത്രരാക്കിയല്ലോ. ഈ നല്ല യജമാനെ ആയുസിൻ്റെ അവസാനം വരെ സ്നേഹിപ്പാൻ, സേവിപ്പാൻ ഞങ്ങൾക്ക് അവസരം തരണം. ദൈവത്തിൻ്റെ മക്കളെ, ഇതെൻ്റെ ദാസനെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, സ്വർഗത്തിൻ്റെ മകുടമായിരുന്ന ദൈവത്തിൻ്റെ പൊന്നുമടിയിലിരുന്ന പൊന്നോമനകുമാരനെ കാൽവിറക്കൊലക്കളത്തിൽ ദോഷിയായിരുന്ന എന്നെ, യാതൊരു കണ്ണിനും ദയതോന്നാതിരുന്ന നമ്മളെ ഓരോരുത്തരെയും മകനും മകളുമാക്കി തീർക്കാൻ അവൻ അവസാനത്തുള്ളി രക്തം വരെയും ഊറ്റിക്കൊടുത്ത് അവൻ്റെ ജീവൻ നൽകി നമ്മളെ വീണ്ടെടുത്ത് ഈ ഭൂമിയുടെ പരപ്പിലാക്കിയെങ്കിൽ ദൈവത്തിൻ്റെ പൈതലെ നമുക്കൊരു പ്രതിബദ്ധതയുണ്ട്, നമുക്കൊരു ആവേശമുണ്ടാകണം. ദൈവമേ, ഞാൻ നിൻ്റെ വകയാ, എനിക്ക് ചോദിക്കാൻ ഒരാളുണ്ട്, ഞാനൊരു യജമാനൻ്റെ കീഴിലാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു സ്തോത്രമൊക്കെ പറയാം കേട്ടോ. ഹല്ലേലൂയ. എത്ര വലിയൊരു കാര്യമാണ്. എനിക്കൊരു ഉടമസ്ഥനുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാൻ അനാഥനല്ല. എത്ര വലിയ സന്തോഷകരമായ ഒരു കാര്യം. അതാണ് ദൈവം പറയാണ്, അവൻ എൻ്റെ ദാസനാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, അവനെക്കുറിച്ച് കർത്താവ് പറയാണ്, അവന് വേറൊരു സ്വഭാവം. ഞങ്ങൾ ഈ ദൈവദാസന്മാർക്കൊക്കെ ഒരു ജോലിയുണ്ട്, ബ്രോക്കർ പണി. പോകുന്നിടത്തൊക്കെ ചോദിക്കാൻ സാറൊക്കെ പലയിടത്ത് പോകുന്നില്ലയോ, എൻ്റെ മോന് ഒരു ആലോചന നോക്കിക്കോണേ, മോക്കൊരു ആലോചന നോക്കണേ എന്നൊക്കെ പറയും. എന്തായിരുന്നാലും അങ്ങനെ അതുപോലെ തന്നെ ചിലർ ഞങ്ങളെ വിളിച്ച് ചോദിക്കുകയും ചെയ്യും, ഇന്ന കുടുംബം അതെങ്ങനെ ഉണ്ടെന്നൊക്കെ. ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു സ്നേഹിതൻ സുശേഷൻ തന്നെ എന്നെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചു, ആ കുടുംബം എങ്ങനെയുണ്ട്. ഞാൻ അവിടുത്തെ 4 വർഷമായിരുന്ന അച്ഛനോട് ചോദിച്ചു, അച്ഛാ എങ്ങനെയുണ്ട് ആ കുടുംബം? അച്ഛൻ പറഞ്ഞു, അപ്പനും അമ്മയും ഇതുവരെ പള്ളിയിൽ അങ്ങനെ വല്ലപ്പോഴും ഒക്കെ വന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, 3 ആമക്കളാണ്, മൂത്തവനെ ഞാൻ കണ്ടിട്ടേ ഇല്ല, അവൻ വിദേശത്തും കണ്ട. രണ്ടാമത്തവൻ വല്ലപ്പോഴും ഒക്കെ വരും. പക്ഷെ മൂന്നാമത്തവൻ, അവനാ കല്യാണം, മൂന്നാമത്തവൻ അവന് പള്ളിയായില്ല, അവനിവിടെ കാണും. അവനുമായിട്ട് നല്ല നല്ല ദൈവ സ്നേഹമുള്ളൊരു കൊച്ചനാ. എനിക്കവനെ 4 വർഷമായിട്ടറിയാം. അവന് വേറൊരു സ്വഭാവമാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ദൈവം അടുത്തറിഞ്ഞ കാലേബിനെ കുറിച്ച് പറയുകയാണ്, അവന് വേറൊരു സ്വഭാവം. എന്താണ് വേറൊരു സ്വഭാവം?
2-3 കാര്യങ്ങൾ അതിനോട് ചേർന്ന് ഞാനൊന്ന് പറയട്ടെ. ദൈവം പറയുക, ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന, അഗ്നിജാലയ്ക്കൊത്തക്കുള്ള കണ്ണുള്ള കർത്താവ് അറിയുന്ന ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് കർത്താവ് ഇവിടെ അവനെക്കുറിച്ച് പറയാം. ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആവർത്തന പുസ്തകം 1-ാം അധ്യായം 36-ാമത്തെ വാക്യം ഒരാൾ ഒന്ന് വായിച്ചു തന്നാൽ നന്നായിരിക്കും. യെഫുന്നെയുടെ മകനായ കാലേബ് മാത്രം അവൻ യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് സത്യം ചെയ്തു. ദൈവമക്കളെ, അവൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട്. അഭിമന്യ തിരുമനസ്സുകൊണ്ട് 2 വാക്ക് പറഞ്ഞപ്പോൾ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ദൈവത്തോട് പറ്റി നിൽക്കുന്നതാണെന്ന് പറഞ്ഞു, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് പറഞ്ഞു. നമ്മൾ പാടും, യേശുവോട് ചേർന്നിരിപ്പതത്ര അതല്പം പ്രയാസമുള്ള കാര്യമാണ്. ദൈവത്തോട് പറ്റി നിൽക്കുക. നമ്മൾ കാര്യം സാധിക്കുന്നതിന് വേണ്ടി മാത്രം പറ്റി നിൽക്കുന്നവരാണ്. കാര്യം കഴിയുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് വിട്ടുപോകും. ഞാൻ പണ്ട് എൻ്റെ വല്യപ്പച്ചൻ്റെ കൈക്ക് പിടിച്ചു പോകുമ്പോൾ ഞാൻ വല്യപ്പച്ചൻ്റെ കൈക്ക് ഇങ്ങനെ പിടിക്കും, അപ്പോൾ അപ്പച്ചൻ എൻ്റെ കൈക്ക് കയറി പിടിക്കും. എനിക്കതിഷ്ടമല്ല. വല്യപ്പച്ചൻ്റെ കൈക്ക് പിടിക്കുന്നത് എനിക്കിഷ്ടം, കാരണം എനിക്കിഷ്ടമുള്ള സമയത്ത് അത് വിട്ടിട്ട് പോകാം. എന്നാൽ വല്യപ്പച്ചൻ്റെ കൈക്ക് പിടിക്കുമ്പോൾ, വല്യപ്പച്ചൻ എൻ്റെ കൈക്ക് പിടിക്കുമ്പോൾ അത് ഞാൻ വീഴുമ്പോൾ പൊക്കിയെടുക്കുന്ന, സുരക്ഷിതത്വം നൽകുന്ന ഒരു അനുഭവം. ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും ആവശ്യം വരുമ്പോൾ പറ്റി നിൽക്കും. അന്നേരം നമ്മൾ 91-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം ഓർത്ത് പറയും, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും, ദീർഘായുസ്സോടെ ഞാൻ അവനെ തൃപ്തി വരുത്തും എന്നൊക്കെ നമ്മൾ പറയും. ആവശ്യം കഴിയുമ്പോൾ ആ പറ്റി നിൽക്കും മാറും. ദൈവമക്കളെ, ഇത് പറ്റി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. അതിൻ്റെ ഒരു കമൻട്രി ഞാൻ വായിച്ചപ്പോൾ 2 കൊരിന്ത്യർ 5:17. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതാണ് പറ്റി നിൽക്കുക എന്ന് പറഞ്ഞാൽ. പറ്റി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിലായിത്തീരുക എന്നുള്ളതാണ്. പണ്ട് കല്യാണക്കുറി അടിച്ച് അച്ഛൻ്റെ കൈ കൊണ്ട് കൊടുത്തു. അച്ഛൻ എന്നെ വിളിക്കാനായിട്ട് ചെന്നതാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ അതിനകത്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, വെഡ്ഡിങ് എന്നുള്ളതിന് വെൽഡിങ് എന്നാണ് എഴുതിയത്. അച്ഛൻ പറഞ്ഞു, ഇത് തെറ്റാന്നല്ലോ, ഇതിനകത്ത് എല്ല് കൂടിപ്പോയി, വെഡ്ഡിങ് എന്നുള്ള വെൽഡിങ്ങാണ്, അപ്പോൾ എന്നാൽ മാറ്റി അടിക്കാമെന്ന് പറഞ്ഞു പോയപ്പോൾ അച്ഛൻ പറഞ്ഞു വേണ്ട, അങ്ങനെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. വേർപിരിയാൻ പറ്റാത്ത തരത്തിൽ ഒട്ടിച്ചേർക്കുന്ന അനുഭവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പരമപ്രധാനമായ കാര്യം, ഒരു ഗദ്യ കവിത ഇങ്ങനെ വായിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും പറയും, യഹോവ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവനെൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. ഇതൊക്കെ നമ്മൾ പറയും. നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ദൈവത്തെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ദൈവത്തെ വലത്തുഭാഗത്ത് വെച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ ആ കവിത പറയുന്നത് ഇങ്ങനെയാണ്, മുമ്പിൽ വെച്ചാൽ പുറകിൽ നിഴലടിക്കും രാത്രിയിൽ, അല്ലേ? മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ, വിളക്ക് കത്തിച്ച് മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ പുറകിൽ നിഴലടിക്കും. സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ വലത്ത് ഏത് സൈഡിലാണോ അതിൻ്റെ ഓപ്പോസിറ്റ് നിഴലടിക്കും. പുറകിൽ വെച്ചാൽ മുന്നിൽ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അപ്പോൾ ഉള്ളിൽ വെക്കുക എന്നുള്ളതാണ്. വേറെ എങ്ങും വെച്ചിട്ട് കാര്യമില്ല. അത് ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ചുറ്റുപാട് മൊത്തം പ്രകാശമാകും. കുടുംബത്തിൽ ദൈവം ഉള്ളിൽ വരുന്ന വ്യക്തികളായി മാറുമ്പോൾ അത് ലോകം മുഴുവൻ, ആ കുടുംബം മുഴുവൻ പ്രകാശമാനമായി, നിഴലില്ലാത്ത, മറു സൈഡ് ഇരുട്ടില്ലാത്ത ഒരനുഭവമായി മാറും. നമുക്കറിയാവുന്ന ഒരു വാക്യമാണല്ലോ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. അവിടെ വായിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. നമ്മളതിനെ ലാഘവബുദ്ധിയോടെ കാണും. ക്രിസ്മസ് ആയിരുന്നല്ലോ. എനിക്ക് ഈ പ്രാവശ്യം തെമ്മല CSI പള്ളിയിലായിരുന്നു ക്രിസ്മസിൻ്റെ. അപ്പോൾ അവരെൻ്റെ എനിക്ക് പറഞ്ഞു, 1 മണിക്കൂർ ഒരു ദൂത് പറയണമെന്ന് പറഞ്ഞു. വലിയ പ്രോഗ്രാമൊന്നുമില്ല, 2-3 കൊയറിൻ്റെ പാട്ടേ ഉള്ളൂ, ബാക്കി ദൂത് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഞാൻ തയ്യാറെടുത്തപ്പോൾ പല കാര്യങ്ങൾ വായിച്ച കൂട്ടത്തിൽ ഒരു കാര്യം കണ്ടു. ഈ ക്രിസ്മസ് പാശ്ചാത്യ രാജ്യത്തൊക്കെ പള്ളിയോട് ചേർന്ന് തന്നെ ആണല്ലോ സ്കൂളും. അപ്പോൾ ഓരോ ക്ലാസ്സുകാർക്ക് പ്രത്യേകമായ പ്രോഗ്രാം അവർ ക്രമീകരിച്ചു. അങ്ങനെ 8-ാം ക്ലാസ്സുകാർക്ക് പ്രത്യേകമായ ഒരു പ്രോഗ്രാം. 8-ാം ക്ലാസ്സുകാർ നാടകമാണ്. അപ്പോൾ നാടകത്തിൻ്റെ സ്ക്രിപ്റ്റൊക്കെ അവരെഴുതി. ഈ
യേശു കർത്താവിന് സത്രത്തിൽ വരുന്നതും യോസഫും മറിയയും കൂടെ വരുന്നതും, അത് കഴിഞ്ഞ് സത്രത്തിൽ സ്ഥലമില്ലാതെ പാശുതൊട്ടിയിൽ കൊച്ചിനെ കെടുത്തുന്നതും വിദ്വാൻമാർ വരുന്നതും ഒക്കെയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നാടകത്തിൻ്റെ നടീനടന്മാരെ സെലക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൽ ഒരു പ്രയാസം ഉണ്ടായി. കാരണം ഒരു കൊച്ചൻ മന്ദബുദ്ധിയാണ്, സ്ലോ ആണ്. ഇപ്പോൾ എല്ലാം ഈ ഹൈപ്പർ ആക്ടിവിറ്റീസ് ആണല്ലോ. നമ്മൾ അതിനിപ്പോൾ കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിള്ളേരെല്ലാം ഇങ്ങനെ നല്ല ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഈ അടുത്ത സമയത്ത് ഒരമ്മ മോൻ്റെ ഒരിക്കൽ പറഞ്ഞു, എടാ മോനെ, നിന്നെ ഞാൻ 9 മാസം ചുമന്ന് കഷ്ടപ്പെട്ട് നിനക്ക് വേണ്ടി ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയാ നിന്നെ വളർത്താനായിട്ട്, അല്ലെങ്കിൽ ഗർഭസ്ഥ സമയത്ത് ഞാൻ ആയിരുന്നത്. അതുകൊണ്ട് നീ കുറച്ച് ബഹുമാനത്തോടൊക്കെ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ കൊച്ചൻ പറഞ്ഞു, അമ്മച്ചി എന്നോട് നന്ദി, മമ്മി എന്നോടാണ് നന്ദി പറയണ്ടേ. 9 മാസം കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് ആ പൊസിഷനിൽ ഞാൻ വന്ന് കറക്റ്റായിട്ട് ഇനി പോരുന്നത് കൊണ്ടല്ലേ അമ്മ ചത്തുപോകാതിരുന്നത്. അതുകൊണ്ട് എന്നെ കാണുമ്പോഴൊക്കെ നന്ദി പറയണം. അങ്ങനെ കൊച്ചൻ പറഞ്ഞു. ഇപ്പോൾ സ്മാർട്ടായിട്ടുള്ള പിള്ളേരും വലിയ ബുദ്ധിയില്ലാത്ത കുഞ്ഞുങ്ങളുമുണ്ട്. ഈ കൊച്ചേർക്കനെ ഒഴിവാക്കാനായിട്ട് തീരുമാനിച്ചു, കാരണം അവൻ സ്ലോ ആണ്. അപ്പോൾ അവർ സംഘാടകർ പറഞ്ഞു, അത് വേണ്ട, യേശു കർത്താവിൻ്റെ കാര്യമല്ലേ, അതുകൊണ്ട് അവനെയും കൂടെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു. അവനെയും കൂടെ ഉൾപ്പെടുത്തി. അവന് ചെറിയൊരു വേഷം കൊടുത്തു, സത്രക്കാരൻ്റെ വേഷമാണ്. ആ സത്രക്കാരൻ്റെ വേഷത്തിൽ യോസഫും മറിയയും കൂടെ വരുന്നു. സ്ഥലമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇവിടെ ഇല്ലെന്ന് പറയണം, കഥ അടയ്ക്കണം, അത്രയേ ഉള്ളൂ. നാടകം ആരംഭിച്ച് ഈ ഗർഭിണിയായ മറിയയും യോസഫും കൂടെ വന്ന് കഥകിന് തട്ടി. സത്രക്കാരനായിരിക്കുന്ന ഈ കൊച്ചൻ, ബാലച്ചൻ അവൻ്റെ പേര്, അവൻ കഥക് തുറന്നു നോക്കിയപ്പോൾ ഗർഭിണിയായ മറിയയെ കണ്ട് സ്ഥലമുണ്ടോ എന്ന് യോസഫ് ചോദിച്ചപ്പം ഇല്ലെന്ന് പറയാൻ തോന്നിയില്ല. ഭയങ്കര സങ്കടമായി. അവന് നോ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് സാറുമാർ, ടീച്ചേഴ്സ് എല്ലാം കൂടെ പറഞ്ഞിട്ട് നോ പ്ലേസ് എന്ന് പറ, സ്ഥലമില്ലെന്ന് പറ എന്ന് നിർബന്ധിച്ചു. അവൻ മടിച്ച് ഇവിടെ സ്ഥലമില്ലെന്ന് പറഞ്ഞു. അങ്ങോട്ട് പോയപ്പോൾ അവന് സഹിക്കുന്നില്ല. അവൻ കൈയടിച്ചു. അവരവിടെ നിന്നവൻ പറഞ്ഞു, ഇവിടെ സ്ഥലമില്ല, എൻ്റെ ഒരു കട്ടിലുണ്ട്, അത് തരാമെന്ന് പറഞ്ഞു. അതോടെ നാടകം പൊളിഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ വിദ്വാൻമാർ വരേണ്ടത്, പിന്നാണ് ആട്ടിടയർ വരേണ്ടത്. ഇത് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ ദ ഇൻ എന്ന് പറയുന്ന ഒരു നാടകമാണ്. അത് ഗൂഗിളിൽ കിടപ്പുണ്ട്. ആ വർഷത്തെ ഏറ്റവും നല്ല നാടകത്തിനുള്ള അവാർഡ് അതിനായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജനങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ഞാനൊരു കാര്യം ഇന്ന് പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കട്ടെ. ബുദ്ധിമാന്മാർ പലരും ആലോചിച്ച് തീരുമാനമെടുക്കുമ്പോൾ മന്ദബുദ്ധി എന്ന് എഴുതി തള്ളിയ അവൻ പറയുക, എൻ്റെ ഇടം ഞാൻ തരാം. ദൈവമക്കളെ, അതാണ് ക്രിസ്മസ്. അങ്ങനെ എവിടോ വെച്ച് എൻ്റെ ഇടം തരാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്നിവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ദൈവമക്കളൊന്ന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. എൻ്റെ ഇടം ഞാൻ തരാം. ഒന്നും ആലോചിച്ചില്ല. ദൈവമക്കളെ, ഇതാണ് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുക്കുകയാണ്. ഇന്നിവിടെ ഇരിക്കുന്ന ദൈവമക്കളെ ഉറപ്പോടെ ഇവിടുന്ന് പറയാനായിട്ട് ഇടയാകണം. ഞാൻ അവനെ കൈക്കൊണ്ടു, അവനെ എൻ്റെ ഹൃദയത്തിൽ രാജാവായി കൈക്കൊണ്ടു, എൻ്റെ ഹൃദയത്തിൽ വിളക്കായി കൈക്കൊണ്ടു. ഭവനത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഹല്ലേലൂയ യേശു ക്രിസ്തുവാ. യുഗങ്ങളുടെ പാറ, കുലുങ്ങാത്ത പാറ, ഉറപ്പുള്ള പാറ. ആ പാറ ക്രിസ്തുവായിരിക്കുന്ന പാറ ഹൃദയത്തിൽ സ്ഥാനമായിരിക്കുമ്പോൾ ഒരു പ്രതികൂലം വന്നാലും തളർന്നു പോകത്തില്ല. ഈ മനുഷ്യനെ കുറിച്ച് പറയുകയാണ്, അവന് വേറൊരു സ്വഭാവം. അവൻ എന്നോട് പറ്റി നിന്നു. അവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല, എല്ലായ്പ്പോഴും ഏതു സമയത്തും വേർപിരിയാൻ പറ്റാത്ത അനുഭവത്തിൽ അവനോട് പറ്റി നിന്ന അനുഭവം. ദൈവമക്കളെ, ഇതിൽ പരം ഭാഗ്യം വേറൊന്നുമില്ല കേട്ടോ. ഹല്ലേലൂയ. അവനോട് പറ്റി നിൽക്കുന്ന അനുഭവമായി തീരുവാൻ നമുക്ക് പഴയ നിയമത്തിൽ കാലേബ് മാത്രമല്ല, ഒരു പെങ്കൊച്ചിൻ്റെ കാര്യവും പറയുന്നുണ്ട്. അവരുടെ പേരിലാണ് രൂത്ത് എന്ന പുസ്തകം തന്നെ അറിയപ്പെടുന്നത്. 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാം, എലീമലേക്കും കുടുംബവും മോവാബ്യ ദേശത്തേക്ക് ചെല്ലുന്നതായിട്ടുള്ള സമയത്ത് അവിടെ ക്ഷാമം യെരുശലേമിലായപ്പോൾ ഇവിടെ മോവാബിലേക്ക് വരിക. പക്ഷേ അവിടെ വെച്ച് 3 ആണുങ്ങളും മരിച്ചുപോയി. ഭർത്താവും 2 ആൺമക്കളും മരിച്ചു. 3 വിധവമാർ. ഓർപ്പ, രൂത്ത്, 2 പേരെ മക്കളെ വിളിച്ചിട്ട് അമ്മായിമ്മ പറഞ്ഞു, മക്കളെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പൊയ്ക്കോ, നിങ്ങളുടെ ചാർച്ചക്കരയിലേക്ക് പോക്കോ. അപ്പോൾ ഓർപ്പ ഇന്നത്തെ ന്യൂജൻ മരുമകളാണ്. അവൾ
അമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് ഹായ് മമ്മി നമുക്ക് സ്കൈപ്പിൽ വരാം, വാട്സാപ്പിൽ കാണാമെന്നൊക്കെ പറഞ്ഞ് അവൾ ഉമ്മ കൊടുത്തു പോയി. എന്നാൽ ഓർപ്പ പോയി കഴിഞ്ഞപ്പോൾ രൂത്തിനോട് ഇത് തന്നെ പറഞ്ഞു. അവൾ പറഞ്ഞ വാക്കുണ്ട് അവിടെ, അമ്മായിയമ്മയോട് പറ്റി നിന്നെന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു, പറ്റി നിന്നു. അവൾ പറയുകയാണ്, എന്നോട് പോകാൻ പറയരുത്, നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നിൻ്റെ ജനം എൻ്റെ ജനം, നിൻ്റെ ദൈവം എൻ്റെ ദൈവം. ദൈവമക്കളെ, അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ? 2-ാം അധ്യായം 14-ാമത്തെ വാക്യം 12 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് ദൈവം പൂർണ്ണ പ്രതിഫലം തരട്ടെ എന്ന് പറഞ്ഞ്, ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാതെ 10-ാം തലമുറ പോലും ദൈവസന്നിധിയിൽ വരാൻ യോഗ്യതയില്ലാതെ, ഹല്ലേലൂയ, ദൈവത്തോടുള്ള യാതൊരു അനുഭവമില്ലാതെ ജീവിക്കേണ്ട ഒരു പെങ്കൊച്ച് റിസ്ക് ഏറ്റെടുത്ത് അമ്മായിയമ്മയെ കൊണ്ട് അവൾ പോകുക. അറിയപ്പെടാത്തൊരു ദേശത്ത്, അറിയപ്പെടാത്തൊരു സ്ഥലത്ത്, അറിയപ്പെടാത്ത ജീവിത സാഹചര്യങ്ങൾ. അവൾ അവിടെ ചെല്ലുമ്പോൾ എവക്കൊയ്ത്തിൻ്റെ കാലമാണ്. ഭാഗ്യവശാൽ ബോവസിൻ്റെ വയലിലെത്തി. അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി എവക്കൊയ്ത്തിൻ്റെ കാലമാണല്ലോ, ഞാൻ പുറകിൽ നിന്ന് പൊഴിഞ്ഞു വീണത് കൊണ്ട് പറക്കി അതെ അതെ അത് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി പ്രാർത്ഥിച്ച് അവളെ അയക്കുക. ദൈവമക്കളെ, ഭാഗ്യവശാൽ എത്തപ്പെട്ടത് ബോവസിൻ്റെ വയറ്റിൽ. ദൈവമക്കളെ, എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. പൊഴിഞ്ഞു വീണതുകൊണ്ട് തൃപ്തിപ്പെടാൻ ആഗ്രഹിച്ചവളെ കറ്റ കൂമ്പാരങ്ങളുടെ ഉടമസ്ഥയാക്കി മാറ്റി. ഹല്ലേലൂയ. പുറകിൽ നിൽക്കാൻ ആഗ്രഹിച്ചവളെ മുന്നിൽ നിർത്തി. യഹൂദ പൗരതയോട് ബന്ധമില്ലാത്തവളെ യേശുവിൻ്റെ വംശാവലി. ഹല്ലേലൂയ. യോഹന്നാൻ അതേ മത്തായി സുവിശേഷം 1-ാം അധ്യായം 3 മുതൽ വായിക്കുമ്പോൾ 4 സ്ത്രീകളുടെ പേര് അവിടെ പറയുന്നുണ്ട്. യഹൂദ ജനം സ്ത്രീകളെ അംഗീകരിക്കാതിരിക്കുമ്പോൾ 4 സ്ത്രീകളുടെ കാര്യം അവിടെ പറയുന്നു. അതിൽ ഒരു സ്ത്രീ രൂത്താണ്. ഹല്ലേലൂയ. ദാവീദിൻ്റെ വംശാവലിയിൽ കൊണ്ടുവന്നു. ഞാൻ ഇങ്ങനെ പറയും, യഹൂദ ഗോത്രത്തിലെ സുംഗമായ ദാവീദിൻ്റെ പേരായ അവസാനിക്കാത്ത രാജ്യത്വമുള്ള യേശു കർത്താവിൻ്റെ വംശാവലിയിൽ അവളെ പേര് ചേർത്ത് മാനിച്ച ഒരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ, ഈ വചന കേൾവി കൂടാരത്തിന് ഉള്ളിലായിരിക്കുമ്പോൾ, ദൂരത്തോ ചാരത്തോ ഇരുന്ന് ഈ ശ്രവണ മാധ്യമങ്ങളിലൂടെ കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ ഉള്ളിലേക്ക് യേശു രാജാവായി വന്നെന്ന് ഉറപ്പുള്ള ദൈവത്തിൻ്റെ പൈതലെ, നീ ലോകത്തിൻ്റെതായ യാതൊരു പ്രതിസന്ധി കണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. 91-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. ഹല്ലേലൂയ. ഏറ്റവും വലിയൊരു അനുഗ്രഹം. ദൈവം പറയുകയാണ്, അവന് വേറൊരു സ്വഭാവം, അവൻ ദൈവത്തോ പറ്റി നിന്ന അനുഭവം. 2-ാമത്തെ കാര്യം 13-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യമാണ്. അവിടെ വായിക്കുന്നത്, കാലേബ് ജനത്തെ അവരുടെ മുമ്പിൽ അമർത്തി എന്നാണ് വായിക്കുന്നത്. 14-ന്റെ 1-2 വായിക്കണം. ജനം നിലവിളിക്കുന്നു, പിറുപിറുക്കുന്നു. ജനം മോശയ്ക്കും അഹരോനും വിരോധമായി സംസാരിക്കുന്നു. ദൈവമക്കളെ, അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. 12 പ്രഭുക്കന്മാരെയാണ് കനാൻ ദേശം ഒറ്റുനോക്കാനായിട്ട് വിട്ടത്. അതിലെ 10 പേരും വന്നിട്ട് പറഞ്ഞത്, സാത്താൻ്റെ കണ്ണിലൂടെ അവർ, അല്ലെങ്കിൽ ശത്രുവിൻ്റെ കണ്ണിലൂടെ അവർ കാണുകയാണ്. അവർ പറഞ്ഞു, പാലും തേനും ഒഴുകുന്ന ദേശമൊക്കെയാണ്, അതൊക്കെ ഞങ്ങൾ കണ്ടു. അതിലൊന്നും ഒറ്റ വാക്കുകൊണ്ട് അവസാനിപ്പിച്ചു. പിന്നെ അവൾക്ക് വർണ്ണിക്കാനുള്ളത് അവിടുത്തെ പ്രതികൂലങ്ങളെക്കുറിച്ചാണ്. അവർ പറയുകയാണ്, അതേ, അമാല്യക്ക മല്ലന്മാരുണ്ട്, അവരുടെ സന്തതിയുണ്ട്, പട്ടണം വലുപ്പവും ഉറപ്പവുമുള്ളതാ, ഒരിക്കലും നമുക്കത് സാധ്യമാകുകയില്ല. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങൾക്കും തടസ്സം നിൽക്കുന്ന ആൾക്കാരുണ്ട്, നെഗറ്റീവ് കാണുന്ന ആൾക്കാരുണ്ട്. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, അവർക്ക് നിങ്ങൾ ഭക്ഷിപ്പാൻ കൊടുക്കണം. ഉടനെ അവർ പറയാം, നേരെ സന്ധ്യയാണല്ലോ, ഇവിടെ പ്രയാസമാണ്, അയാൾ പറഞ്ഞു വിട്ടേരെ, എന്തിനാ റിസ്ക് ഏറ്റെടുക്കുന്നത്, അങ്ങ് പറഞ്ഞു വിട്ടേരെ എന്ന് പറഞ്ഞു. റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഞാൻ പറയും, സൽഗുണദോഷികൾ, നന്മ ചെയ്യുന്നതിനെതിരാണ്. എന്തെങ്കിലും പേരും പെരുമയും പ്രശസ്തിയൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമ്മളെല്ലാവരും നിൽക്കും. ഇവിടെ ഇതാ സൽഗുണദോഷികളായിട്ടുള്ള അവരൊരു പറഞ്ഞു, പ്രതികൂലം തന്നെ, ഒരിക്കലും അത് നടക്കുകയില്ല. ദൈവത്തിൻ്റെ വചനത്തിലോ ദൈവത്തിൻ്റെ ശക്തിയിലോ ദൈവത്തിൻ്റെ നിസ്തുല്യതയിലോ ദൈവത്തിൻ്റെ മഹത്വത്തിലോ അവർ ഒരിക്കലും ആശ്രയിച്ചില്ല. അവർ സ്വയത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവർ പറയുകയാണ്, അമാല്യക്ക മല്ലന്മാർ, അവരെ കണ്ടു, ഞങ്ങൾക്ക് അവരുടെ കണ്ണിലൂടെ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് വെട്ടിക്കളെ പോലെ തോന്നി. അവരുടെ കണ്ണിലൂടെ നോക്കുന്നത്,
ഞങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നി. ദൈവമക്കളെ, അങ്ങനെ പറഞ്ഞപ്പോൾ ഭൂരിപക്ഷം ജനവും ഒരുപോലെ ഇളകി മറിഞ്ഞു നിൽക്കുമ്പോൾ അതിൻ്റെ നടുവിൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി. അതിനകത്തൊരു കമൻട്രി പറഞ്ഞ ഇങ്ങനെയാണ്, അതെ, അവൻ കലക്കത്തിൻ്റെ ആത്മാവല്ല, അവൻ സമാധാനത്തിൻ്റെ ആത്മാവുള്ളവനായിരുന്നു. സമാധാനത്തിൻ്റെ ആത്മാവ് ഒറ്റയ്ക്കേ ഉള്ളൂ, പക്ഷേ സമാധാനത്തിൻ്റെ ആത്മാവ്. ഞാൻ പറയട്ടെ, ദൈവവചനം ഇങ്ങനെ പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സമാധാനം ക്രിയേറ്റ് ചെയ്യണം, സമാധാനം ഉണ്ടാക്കണം, അല്ലാതെ സമാധാനം വരികയല്ല. ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ സമാധാനം അവിടെ വസിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞേ. നിങ്ങൾ ഏതെങ്കിലും ഭവനത്തിൽ ചെന്നാൽ ആ ഭവനത്തിന് ആദ്യം വന്ദനം ചെല്ലുമ്പോൾ ഈ വീടിന് സമാധാനമെന്ന് പറയണം. അവിടെ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ സമാധാനം അവിടെ വസിക്കും. ദൈവമക്കളെ, ചിലർ വരുമ്പോൾ, ചിലർ കമ്മിറ്റി വരുമ്പോൾ പറയും, അയ്യോ ഇയാൾ വന്നാൽ ആ കമ്മിറ്റി കുളമായി, ഉള്ള സമാധാനം പോയി. ചിലർ ഭവനത്തിൽ വരുമ്പോൾ, ചിലർ കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ, ചിലർ ചില സ്ഥാനത്ത് വരുമ്പോൾ ഉള്ള സമാധാനം കളയും. ഞാൻ ചോദിക്കട്ടെ, സമാധാനം കളയുന്നവനാണോ സമാധാനം ഉണ്ടാക്കുന്നവനാണോ? സമാധാനം ഉണ്ടാക്കണമെങ്കിൽ സമാധാനത്തിൻ്റെ നായകൻ, സമാധാന പ്രഭു ഉള്ളിലുണ്ടായിരിക്കണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രക്ഷിപ്തമായ ഒരു അന്തരീക്ഷത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. എന്നത്തെയും വാർത്ത നമുക്ക് കേൾക്കാൻ കൊള്ളത്തില്ല. എല്ലാം വെട്ടും കൊലയും അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിപ്പോൾ ഒരു വാർത്തയല്ലാതായി മാറുക. ഒരുത്തൻ 5 വർഷമായിട്ട് ജയിലിൽ കിടന്നവൻ ഒരാളെ കൊന്നിട്ട് ഇന്ന് വന്നിട്ട് വീണ്ടും കൊന്നു, വീണ്ടും അവൻ പ്ലാൻ ചെയ്തിരിക്കുക, ഇനിയും കൊല്ലും. യാതൊരു കുറ്റബോധവുമില്ലാതെ, യാതൊരു അനുതാപവുമില്ലാതെ ആൾക്കാരിങ്ങനെ കഠിന ഹൃദയരായിരിക്കുക. അപ്പൻ്റെ ഒരിക്കൽ മകളെ ആക്കിയിട്ട് പോകാൻ പറ്റാത്ത അമ്മമാർ, സഹോദരൻ്റെ ഒരിക്കൽ ആക്കിയിട്ട് പോകാൻ പറ്റാത്ത അധ്യാപകരുടെ ഒരിക്കൽ ആക്കിയിട്ട് പോകാൻ പറ്റുന്നില്ല. ഈ അടുത്ത സമയത്ത് ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ, സൺഡേ സ്കൂളിൽ പഠിക്കുന്ന ഒരു അപ്പൻ്റെ മോളുടെ അപ്പൻ എന്നോട് പറഞ്ഞത്, ഞാൻ ക്യാമ്പിനൊക്കെ പിള്ളേരെ വിടുമായിരുന്നു, ഇപ്പോൾ ഞാൻ വിടത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പില്ല വിടാൻ, ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നെ കേൾക്കും ദൈവമക്കളെ, ഇന്ന് നാം ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ തലമുറകൾ നമ്മെ കണ്ട് പഠിക്കുവാനിടയാകണം. ഉള്ളിൽ സമാധാനത്തിൻ്റെ പ്രഭു വസിക്കുന്ന ദൈവ പൈതലേ, നീ ഭവനത്തിൽ സമാധാനമാ. കലക്കത്തിൻ്റെ ആത്മാവല്ല, പ്രതികൂലത്തിൻ്റെ ആത്മാവല്ല, സമാധാനത്തിൻ്റെ ആത്മാവ് ഉള്ളിലുണ്ടാകണം. അമർത്തി സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. അതല്ലോ ഈ കുടുംബത്തിലാണല്ലോ നമ്മൾ വെറുക്കാൻ കാരണങ്ങൾ അന്വേഷിക്കുക. എന്നാൽ ഇണങ്ങാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഇണങ്ങാൻ കാരണങ്ങൾ അന്വേഷിക്കുന്നവരാണോ? എൻ്റെ ഭാര്യ സുജിക്ക് കൃഷി വലിയ ഇഷ്ടമാണ്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള. അപ്പോൾ അങ്ങനെ വലിയ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് കൃഷി ഇങ്ങനെ ഈ പോളിത്തീൻ കവറിലൊക്കെ ഉണ്ടാക്കും. ഒരു ദിവസം ഈ ക്യാബേജൊക്കെ ഇങ്ങോട്ടായി വരുന്ന സമയത്ത് ഇതാരോ ഓടിച്ചു കളഞ്ഞു. ഞാൻ പറഞ്ഞ് പോട്ടെ, കുരങ്ങ് വല്ലതും ആയിരിക്കും. ഇതൊരു ദിവസമല്ല 2 ദിവസമല്ല, അങ്ങനെ പല ദിവസങ്ങളിൽ അങ്ങനെ നടന്നു. എൻ്റെ സ്വസ്ഥതയും കൂടെ കിടത്തി. ഇന്നാലും ഇതിൻ്റെ ആരോ ചെയ്ത്, ഇന്നാലും ഇതാരോ ചെയ്ത്. ഞാൻ പറഞ്ഞു പോട്ടെ, സാരമില്ല, ഇതൊരു സാരമില്ല, പോട്ടെ. എനിക്കുമ്പോൾ മോൻ്റെ ഇരിക്കെ പറഞ്ഞു, അവൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് ക്യാമറ വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ക്യാമറ വെച്ചു. ഞങ്ങൾ രണ്ടും കേരളത്തിന് വെളിയിൽ ഒരിടത്ത് ശുശ്രൂഷയ്ക്ക് പോയതാണ്. ആ സ്മാർട്ട് ഫോണോ സ്മാർട്ട് ടി വിയോ ഒന്നും എൻ്റെ ഭാര്യയ്ക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ല. പക്ഷേ അന്ന് അവനൊരു സ്മാർട്ട് ഫോൺ മേടിച്ചു കൊടുത്ത് ക്യാമറ നോക്കാൻ. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ രാത്രി 11 മണി കഴിഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടു, ഇതാരോ ഒരു ആൻറ്റി വന്ന് നൈറ്റിയൊക്കെ ഇട്ട് സുന്ദരിയായ ഒരു ആൻറ്റി വന്ന് ഇത് ഒടിച്ച് കളഞ്ഞു. ഇതുവരെ എൻ്റെ ഭാര്യ ആകെപ്പാടെ വിഷമം എന്ന് പറഞ്ഞാൽ ഇതാരായിരുന്നു അറിയാനുള്ള സങ്കടമായിരുന്നു. അറിഞ്ഞപ്പം പറഞ്ഞു, അയ്യോ എവരായിരുന്നോ ഇത് ചെയ്തേ? ആകെപ്പാടെ വിഷമായി. ഞാൻ പറഞ്ഞു പോട്ടെ, ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, നമ്മൾ അറിഞ്ഞല്ലോ. അപ്പോൾ മോൻ പറഞ്ഞു, നമ്മൾ അറിഞ്ഞെന്ന് അവരറിയണ്ടേ? ഞാൻ പറഞ്ഞു, അറിയാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്, നമ്മളങ്ങ് ക്ഷമിക്കാം, സാരമില്ല, പോട്ടെ. ഒക്കത്തില്ല, അറിഞ്ഞ അവരെ ഒന്ന് അറിയിക്കണമല്ലോ, ഇത്രയൊക്കെ ക്യാമറയൊക്കെ വെച്ചല്ലയോ, നമ്മൾ അറിഞ്ഞെന്ന് അറിയിക്കണം. അപ്പം മോൻ തന്നെ അതിന് വഴി കണ്ടുവെച്ച്, നമുക്ക് വികാരിയച്ഛൻ്റെക്ക് പറയാമെന്ന് പറഞ്ഞു. അവരുടെ വികാരി, ഞങ്ങളുടെ പള്ളിയല്ല, അവരുടെ വികാരി അച്ഛൻ്റെക്ക്. അച്ഛൻ്റെക്ക് പറഞ്ഞു. അച്ഛൻ ചോദിച്ചു തെളിവുണ്ടോ? ഉണ്ട്. വീഡിയോ കൊടുത്തു, നല്ല കളർ വീഡിയോയാണ്. അച്ഛൻ ഭവന സന്ദർശനമൊക്കെ നടത്തിയിട്ട് ചോദിച്ചു, അമ്മമ്മ എന്തിനാ അമ്മമ്മ ഇങ്ങനെ അവരുടെ വീട്ടിൽ? അച്ഛൻ എന്തോ ഈ പറയുന്നത്, എൻ്റെ തലയിൽ കൂടെ വണ്ടി ഓടുന്നു? എനിക്ക് അങ്ങനൊന്നുമില്ല, എനിക്ക് വേറെ പണിയില്ല. അമ്മമ്മ ഇത് അമ്മമ്മയാണോ? കാണിച്ചു. പിന്നെ ഒന്നും മിണ്ടിയില്ല. എൻ്റെ പൊന്ന് അച്ഛന്മാരെ, അതുവരെ സമാധാനം ഉണ്ടായിരുന്നു വീട്ടിൽ.
ഞങ്ങൾ രാവിലെ 5 മണിക്ക് കുടുംബ പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റ് കൊടുങ്കാറ്റുണ്ടി വനദേശത്ത് പ്രിയനെ എന്നെ വിടല്ലെന്ന് പറയുകയും പുറത്ത് നിന്ന് തെണ്ടി പട്ടി ചറ്റ ഇറങ്ങിയേക്കുക മനുഷ്യനെ അസ്വസ്ഥപ്പെടുത്താൻ. അവർക്കത് അരോചകമായി തോന്നി. ആകെപ്പാട് പറയാൻ കൊള്ളത്തില്ല, അത്രമാത്രം പാരില്ല. പണ്ട് ചണ്ണപ്പെട്ട ജോൺ ഉദ്ദേശിച്ച് പറഞ്ഞ പോലെ പാരിലാരും പാടാത്ത പാട്ടമ്മാമ പാടിക്കളഞ്ഞു. പിന്നെ ഇറങ്ങുമ്പോഴൊക്കെ പ്രശ്നമാണ്, പോകുമ്പോഴൊക്കെ പ്രശ്നമാണ്, ആകെപ്പാടെ പ്രയാസം. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് പറഞ്ഞു, നിൻ്റെ ഒടുക്കത്തെ വേണ്ട, എന്തൊരു കഷ്ടമെന്ന് പറയും. ഇനി സുവിശേഷം അങ്ങനെ പറയും, പ്രസംഗിക്കാൻ അങ്ങനെ പറ്റും, ആകെപ്പാടെ കുഴപ്പമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഭാരപ്പെട്ടപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, തെറ്റായിപ്പോയി, നമുക്ക് അവരോട് ക്ഷമ ചോദിക്കാം. പക്ഷെ ക്ഷമിക്കാൻ നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ കഥ അടച്ചിട്ട് പോകും, കാർ തുപ്പും, ആകെപ്പാടെ അവരെ കാണാൻ വേണ്ടി നിന്നാലും കാണത്തില്ല. ബാക്കിയുള്ള എല്ലാവരും മക്കളും എല്ലാവരും മിണ്ടും. എന്നാൽ പറയട്ടെ ദൈവമക്കളെ, ഒരു ദിവസം ഞങ്ങൾ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രാവിലെ 5 മണിക്ക് കഥകിന് ഹോളിമല്ലടിച്ചു. എൻ്റെ ഭാര്യ രാവിലെ നിന്ന് കഥ തുറന്നപ്പോൾ ഈ അമ്മാമയാണ്. ആ പട പേടിച്ചു പോയി. പേടിച്ചെന്ന് അയ്യോ എന്ന് പറഞ്ഞിട്ട് എന്താ തന്നെ കണ്ട് പേടിച്ച് അകത്ത് കയറിയതുപോലെ ഓടി വന്നു. ഞാൻ നോക്കുമ്പോൾ ഈ അമ്മാമയാണ്. ഒന്ന് തുറക്കുമെന്ന് ചോദിച്ചു. തുറന്ന് കയറി വന്നു. സുജയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു, അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണം. ഞാൻ വിചാരിച്ച എൻ്റെ ഭാര്യ അന്നേരം ഇങ്ങനെ പറയും, ദൈവം ആരാന്നറിയാം അമ്മേ, ദൈവമല്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അമ്മക്ക് കാര്യം മനസ്സിലായല്ലോ എന്ന് പറയാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ടൊരു കാര്യം ഉണ്ടായി, അത് പറയാനാണ് ഞാനിത് പറയുന്നത്. അമ്മാമ്മയെ പിടിച്ചവിടെ ഇരുത്തി. ഞങ്ങൾ പായെടുത്തിട്ടേക്ക് പ്രാർത്ഥിക്കാൻ കാൽപാദത്തിലിരുന്നു. എന്നിട്ട് പറഞ്ഞു, അമ്മാമ്മേ ഞങ്ങൾ അച്ഛൻ്റെ മുമ്പാകെ അത് കാണിച്ച് അമ്മാമ്മയുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്താൻ പാടില്ലായിരുന്നു, അമ്മാമ്മയെ വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു, അമ്മാമ്മയെ അവരുടെ മുമ്പിൽ വെച്ച് അച്ഛൻ്റെ മുമ്പിൽ അപകീർത്തിപ്പെടുത്തി അമ്മാമ്മയുടെ മനസ്സിനെ മുറിവേൽപ്പിക്കാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ ദൈവമക്കളെ അമ്മാമ്മയോട് ക്ഷമിക്കാമായിരുന്നു, ഞങ്ങൾ അച്ഛനെ അറിയിക്കാതിരിക്കാമായിരുന്നു. കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ചു. അന്ന് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ആത്മീയ ആരാധന വെളിപ്പെട്ടു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ഞങ്ങളുടെ വീട് നോക്കുന്നത് ആ അമ്മാമ്മയാണ്. ഇത്രയും നല്ലൊരു അമ്മാമ്മയാണല്ലോ ഞങ്ങൾ. എൻ്റെ മോൾക്ക് അഡ്മിഷൻ ലഭിച്ച് ജോലി ലഭിച്ച് ഞങ്ങൾ കൊണ്ടാക്കാൻ പോകുമ്പോൾ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഷാജി എവിടെ ഇന്നടത്തായി? ഞാൻ സുജയുടെ ബാഗിൽ ഒരു കാര്യം ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അത് ചോദിക്കത്തില്ലെന്ന് എനിക്കറിയാം, എൻ്റെ ATM കാർഡാണ്, അതിൻ്റെ കോഡ് നമ്പറും എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ ചെന്ന് പെട്ടെന്ന് വീട് വല്ലതും എടുക്കേണ്ടി വന്നാൽ പൈസ തികഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാമല്ലോ. ഞാൻ പറയട്ടെ ദൈവമക്കളെ, പിണങ്ങാൻ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ, പിണങ്ങാൻ മാത്രം കാരണങ്ങൾ അന്വേഷിക്കുന്നവർ ഇന്ന് തിരുവചനത്തിൽ ഇരിപ്പുണ്ട്. 10 പേർ കയ്യസൂരി കൊടുക്കുമ്പോൾ മുഖത്ത് നോക്കാത്തവരുടെ നടുപ്പിരിപ്പുണ്ട്. ഒരു ഭവനത്തിൽ താമസിക്കുന്നുണ്ട്, അപ്പനും അമ്മയും മക്കളും കൂടെ താമസിക്കുന്നത് 2 ഹൃദയമായിട്ട് കിടക്കുകയാണ്. ഇവരെ ഇൻറ്റിമസി നഷ്ടപ്പെട്ടു പോയി. ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനയിലും കുടുംബദിനത്തിലും സംബന്ധിക്കുന്നുണ്ട്, പക്ഷേ ഒരു കാരണവശാലും ഹൃദയം കൊണ്ട് ഒരടുപ്പവുമില്ല. സമാധാനം ഉണ്ടാക്കാനാണ് പ്രയാസം. പ്രൈസ് ദ ലോർഡ്. കാരണങ്ങൾ കണ്ടുപിടിച്ച് പിണങ്ങാൻ കാരണങ്ങൾ നോക്കുമ്പോൾ ഇണങ്ങാൻ കാരണങ്ങൾ അന്വേഷിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ സ്വർഗം സന്തോഷിക്കും. ഹല്ലേലൂയ. ഇതിന് സ്തോത്രം പറയത്തില്ല, വന്നപ്പോഴേ സ്തോത്രം ഇല്ലായിരുന്നു. ദൈവമക്കളെ, ഇണങ്ങാൻ കാരണങ്ങൾ അന്വേഷിക്കണം. അവനെക്കുറിച്ച് പറയുക, ഭൂരിപക്ഷത്തിൻ്റെ കൂടെ കലക്കത്തിൻ്റെ അനുമല്ല ഇല്ലേ. നമ്മളാണെങ്കിൽ എടി നീ ആരോടും പറയല്ലേ എന്ന് പറഞ്ഞ് അയാടരിക്കെ പറഞ്ഞ് ഇല്ലാത്തത് അവസാനം പറഞ്ഞ് ആ കുഴപ്പം ഇല്ലേ. ഞാനത് ഈ കാണുന്നത് കേൾക്കുന്നതെല്ലാം ശരിയല്ലെന്നുള്ളത് ഞങ്ങളെ ഈ ഡി പഠിപ്പിച്ച സമയത്ത് ഞങ്ങളെ അന്ന് പഠിപ്പിച്ച അച്ഛൻ ഒരു കാര്യം പറഞ്ഞു. 5 പേരെ നിരത്തിയിരുത്തി, എന്നിട്ട് എൻ്റെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു. അത് അടുത്ത ആഴ്ചയ്ക്ക് പറയണം. 5ാമത്തെ ആൾ എഴുന്നേറ്റ് എന്ന് പറയണം. 5ാമത്തെ ആൾ ഒരു തോമസ് കുട്ടിയായിരുന്നു, തലച്ചിറക്കാരൻ, മോചനെ വെച്ച. എൻ്റെ ഈ ചെവി പറഞ്ഞത് മാരാമൺ കൺവെൻഷന് മദ്യവർജനത്തിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരിക്കും, അത് അച്ഛൻ പറഞ്ഞത്. ഞാൻ അടുത്ത ആഴ്ചയ്ക്ക് പറഞ്ഞു. 5ാമത്തെ ആൾ തോമസ് കുട്ടി എഴുന്നേറ്റ് എന്നിട്ട് ഉറച്ചത്തിൽ പറയാൻ പറഞ്ഞു. ഒച്ചത്തിൽ പറഞ്ഞു മാരാമൺ കൺവെൻഷന് മാത്യു ജോർജ് അച്ഛൻ്റെ പ്രസംഗം ഉണ്ടായിരിക്കും. 5ാമത്തെ ആളുടെ അരികെ ചെന്നപ്പോഴത്തേന് അത് മാത്യു ജോർജ് അറിഞ്ഞിട്ട് പോലുമില്ല സംഭവം. ഇതാണ് ഇന്നും കുടുംബത്തിൽ കലക്കത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നത്. ഒന്നും നമ്മൾ കണ്ടതാണെങ്കിൽ പോലും അത് ശരിയായിരിക്കത്തില്ല. ദൈവമക്കളെ, ഈ ആ പന്തലിനുള്ളിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് കലക്കമല്ല, സമാധാനമാണ്. അതുകൊണ്ട് കർത്താവ് തന്നെ പറഞ്ഞ സമാധാനം ക്രിയേറ്റ് ചെയ്യണം, സമാധാനം ഉണ്ടാക്കണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ.
സ്തോത്രം. രണ്ടാമത്തെ അവൻ്റെ പ്രത്യേകത. മൂന്നാമത്തെ കാര്യം, യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം 6-7 വാക്യങ്ങളും 10-13 വാക്യങ്ങളും ഞാൻ പറഞ്ഞു പോകാം. അദ്ദേഹം പറയുകയാണ്, കാലേബ് പറയുക, മോശ ഈ നിയോഗം ഏൽപ്പിക്കുമ്പോൾ യോശുവയ്ക്കും കാലേബിനും 40 വയസ്സ് മരുഭൂമിയിൽ പ്രവർത്തിച്ച കാലഘട്ടം 40, ഇപ്പോൾ 85 വയസ്സ്. ഈ 85 വയസ്സായപ്പോൾ 85 വയസ്സാകുമ്പോൾ കാലേബ് പറയുക, ശത്രുവിൻ്റെ ശക്തി കൂടിയിട്ടുണ്ട്. അന്നത്തെ ശക്തിയല്ല ഇന്ന്. അതുകൊണ്ട് അന്ന് വാഗ്ദത്തം ചെയ്ത ആ സ്ഥലം എനിക്ക് വേണം. അതായത് ഹെബ്രോൻ എനിക്ക് വേണം. അതിനേക്കാൾ ശക്തിയും ഉറപ്പും ഒക്കെ കൂടിയിട്ടുണ്ട്. ശത്രുവിൻ്റെ ശക്തി കൂടിയിട്ടുണ്ട്. കാര്യമൊക്കെ ശരിയാ. എനിക്ക് 85 വയസ്സുണ്ട്. ഈ 85 വയസ്സിൽ അദ്ദേഹം പറയുന്ന വാക്കിതാണ്, ഇന്നും എനിക്ക് അന്നത്തെ പോലെ പടവെട്ടുവാനും പോകുവാനും വരുവാനും യുദ്ധം ചെയ്യുവാനും ഒക്കെ എനിക്കിന്ന് കഴിയും. ദൈവത്തിന് സ്തോത്രം. നമ്മളൊക്കെ പരിപാടി വെച്ച് ഒഴിയുന്നവരാ. ഇനിയൊക്കെ അവരുടെ കാലം മാറി നിൽക്കാം, അല്ലെങ്കിൽ ഒഴിഞ്ഞു നിൽക്കാം, എനിക്കിനി ഒന്നും വയ്യ എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ ഇവിടെ 85 വയസ്സുള്ള കാലേബ് പറയുക, അന്നത്തെ പോലെ തന്നെ ഇന്നും എനിക്ക് ശക്തിയുണ്ട് പോരാടാൻ. അന്നത്തെ പോലെ തന്നെ ഇന്നും എനിക്ക് പ്രാഗൽഭ്യമുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇത് ശാരീരിക ബലത്തേക്കാൾ ആത്മീയ ബലത്തെക്കുറിച്ചാണ് പറയുന്നത്. ശത്രുവിനോട് പോരാടുന്നതിൽ നീ തളർന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് നാം ഇവിടെ ആയിരിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയാണ്. ശത്രുവിനോട് എതിർത്ത് നിൽക്കുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ ശത്രു എത്ര ശക്തനാണെങ്കിലും, ശത്രു എന്ന് പറഞ്ഞത് ഹല്ലേലൂയ അയൽവക്കക്കാരനോ അന്യജാതി മതസ്ഥരോ ഒന്നുമല്ല. ദൈവമക്കളെ, സാത്താൻ്റെ തന്ത്രം, സാത്താൻ്റെ ശക്തി, അതിനോട് പോരാടി നിൽക്കേണ്ടത് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ അനുഭവമാണ്. ഇവിടെ താൻ പറയുകയാണ്, ഇന്നും എനിക്ക് പോരാടാൻ ബലമുണ്ട്. ഇന്നും ഞാൻ മുട്ടുമടക്കും. ഇന്നും ഞാൻ ദൈവസന്നിധിയിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ സഭ എത്ര അനുഗ്രഹിക്കപ്പെട്ട സഭയാണെന്നറിയാം. ഞാൻ പോകുന്നിടത്തൊക്കെ പറയും, നമ്മുടെ അലക്സാണ്ടർ തിരുമേനിക്ക് 80 വയസ്സ് കഴിഞ്ഞപ്പോൾ 80 സുവിശേഷരെ എടുത്തു. അതിലൊരാളാണ് ഞാൻ. ഞങ്ങളുടെ നിയോഗ ശുശ്രൂഷ ഹോസ്കോട്ട് വെച്ചായിരുന്നു. തിരുമേനിയാണ് അതിന് വരുന്നത്. തിരുമേനി വെസ്റ്റയിലാണ് താമസിക്കുന്നത്. റവറൻഡ് ഡോക്ടർ KP മത്തായച്ചൻ അച്ഛൻ എന്നോട് പറഞ്ഞു, അന്ന് ബക്കറ്റിലിടുന്ന റാഡ്, അത് ഹീറ്ററാണ് ഉപയോഗിക്കുന്നത്. അച്ഛൻ എന്നോട് പറഞ്ഞു, അത് കൊണ്ടുവന്ന് വെസ്റ്റയിൽ ഇടണമെന്ന് പറഞ്ഞു. വെസ്റ്റയിൽ വെക്കണം, ബാത്റൂമിൽ വെക്കണമെന്ന് പറഞ്ഞു, വാഷ്റൂമിൽ. ഞാൻ രാത്രി ചെല്ലുമ്പോൾ തിരുമേനി 10 മണി കഴിഞ്ഞ് മുട്ടുമേ നിൽക്കുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് കഴിഞ്ഞ് വരാം. കുറച്ച് കഴിഞ്ഞ് ചെന്നപ്പോഴും ആ നിപ്പ് തന്നെ. അത് കഴിഞ്ഞ് രാവിലെ വെളുപ്പിനെ 5 മണിക്ക് കൊണ്ടിടാമെന്ന് പറഞ്ഞ് ഞാൻ ചെല്ലുമ്പോൾ അന്നേരവും മുട്ടുമേ നിൽക്കുക. ഞാൻ ഓർത്തു, അനുഗ്രഹിക്കപ്പെട്ട സഭ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു തിരുമേനിയുടെ ഹല്ലേലൂയ സഭയിലായിരിക്കാൻ ഇടയായതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ദൈവമക്കളെ, ഞങ്ങളുടെ നിയോഗ ശുശ്രൂഷയെ 5 പേരാണ്. 5 പേരെ ഏറ്റെടുത്ത് നിർത്തിയതിന് ശേഷം തിരുമേനി പറഞ്ഞ 3 കാര്യങ്ങൾ അതൊരിക്കലും മറന്നു പോകത്തില്ല. ഒന്ന് പറഞ്ഞത്, നിങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയാൽ വേറെ ആരുടെയും മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരത്തില്ല. മറന്നു പോകരുത്. ദൈവസന്നിധിയിലെ നീ കൈ മലർത്താവൂ, വേറെ ആരെങ്കിലും കൈ നീട്ടാൻ ദൈവം അനുവദിക്കത്തില്ല. മൂന്നാമത് പറഞ്ഞത്, കർത്താവിൻ്റെ മുമ്പിലെ ഒരു ദൈവ പൈതൽ കണ്ണുനീരൊഴുക്കാവൂ. കരയുന്ന ദൈവ പൈതലിനെ സ്വർഗത്തിലെ ദൈവം കൈവിടത്തില്ല. ദൈവമക്കളെ, കണ്ണുനീര് കൃപയാ. ദൈവമക്കളെ, ശത്രു വളരെ പ്രബലപ്പെട്ടിരിക്കുക. ശത്രു ഭയങ്കരമായി ഹല്ലേലൂയ സഭയും ആത്മീയതയും തകർത്ത് കളഞ്ഞുകൊണ്ടിരിക്കുക. തലമുറകളെ തകർത്ത് കളഞ്ഞുകൊണ്ടിരിക്കുക. ദൈവമക്കളെ, ഈ പ്രായമുള്ള ദൈവമക്കളിൽ തന്നെ കേൾക്കുന്നെങ്കിൽ അവർ ഇന്ന് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കണം. ദൈവമേ, എനിക്ക് പോരാടാനുള്ള ആത്മബലമുണ്ട്. പ്രൈസ് ദ ലോർഡ്. പ്രാർത്ഥനയിൽ ഞാൻ ശക്തിപ്പെടും. എൻ്റെ തലമുറ ഹല്ലേലൂയ വിടുവിക്കപ്പെടണം. ഞാൻ ഇന്ന് ഹെബ്രോൻ അറിയപ്പെടുന്നത് കാലേബിൻ്റെ പേരില്ല. പ്രൈസ് ദ ലോർഡ്. ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടത്തും. അവന് വേറൊരു സ്വഭാവം. അവസാനമായ ഒരു കാര്യം ഞാനത് ഒറ്റ വാക്കിൽ അങ്ങ് പറയാം. അവസാനത്തെ സ്വഭാവം എന്താണെന്നറിയാമോ? അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സ്വഭാവം. ഒന്നിച്ച് ഇറങ്ങിയതാണ്. ഒരേപോലെ കാലേബും യോശുവ ഒരുപോലെ ഇറങ്ങിയതാണ്. പക്ഷെ നിയോഗം വന്നപ്പോൾ യോശുവയ്ക്കാണ് കൊടുത്തത്. വേണമെങ്കിൽ ഞാനായിരുന്നേ പറഞ്ഞേനെ, അതെ മോശേ, ഞാനും അവനും ഒന്നിച്ചിറങ്ങിയതാണ്, അവന് സെക്രട്ടറി സ്ഥാനം കൊടുത്താൽ എനിക്ക് പ്രസിഡന്റ് സ്ഥാനം വേണം പറയാമായിരുന്നു. പക്ഷേ
ദൈവത്തിൻ്റെ അധികാരത്തിന് വിധേയപ്പെട്ട് ആയിരുന്ന സ്ഥാനത്തിൽ തൃപ്തനായിരുന്നു. സ്ഥാനമുണ്ടെങ്കിലേ ചിലർക്ക് ശുശ്രൂഷിക്കാൻ പറ്റൂ. ഈ അടുത്ത സമയത്ത് ഒരു സെൻട്രൽ മീറ്റിങ്ങിന് ചെന്നപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ ഒരാളെ അന്വേഷിച്ചു, എന്ത് ആളിനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു ഷായി സാർ ഒന്നും പറയണ്ട, പുള്ളി സെക്രട്ടറി ആയിരുന്ന സമയത്ത് എല്ലാത്തിനും വരുമായിരുന്നു, ഇപ്പം കാണാനേ ഇല്ലെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ ദൈവമക്കളെ, ഏത് സ്ഥാനമാണെങ്കിലും നിയോഗം തരുന്ന ദൈവമാണ്. ആ സ്ഥാനത്തിന് അയാളെ സെക്രട്ടറി ആക്കിയെങ്കിലും അയാളെ പ്രസിഡന്റ് ആക്കിയാലും അതൊക്കെ ദൈവമാണ് തരുന്നത്. അത് അംഗീകരിക്കുക. അവരോടൊപ്പം തോളോട് തോളേർന്ന് നീ പ്രവർത്തിക്കുക, തൃപ്തനായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ആയിരിക്കുന്ന സ്ഥാനത്ത് തൃപ്തനായിരിക്കാൻ പറ്റും? അവന് വേറൊരു സ്വഭാവം, സ്ഥാനം വേണ്ട, സ്ഥാനമുണ്ടെങ്കിലേ പ്രവർത്തിക്കാൻ പറ്റൂ, അങ്ങനൊന്നുമില്ല. ഏത് സ്ഥാനം ആണെങ്കിലും, ചെറിയ ശുശ്രൂഷയാണെങ്കിലും വലിയ ശുശ്രൂഷയാണെങ്കിലും, ദൈവമേൽപ്പിക്കുന്ന ശുശ്രൂഷ അതിനൊരു മഹത്വമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് മേൽമേൽ ശുശ്രൂഷയാണെങ്കിലും. ഹല്ലേലൂയ. സാവുൾ ഓറൻബർഗൻ എന്ന് പറയുന്ന കർത്തൃഭൃത്യനെ കുറിച്ച് ഞാനിങ്ങനെ, സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനായ വില്യം ബൂത്തിൻ്റെ ശിഷ്യനാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാനിങ്ങനെ വായിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസമുണ്ട്. അവിടെ ചെന്ന് വില്യം ബൂത്തിൻ്റെ ഒരിക്കൽ പറഞ്ഞു, എന്തെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒരു ജോലി ഞങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ്, നിങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കണമെന്ന് ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നു പറഞ്ഞപ്പോൾ, ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരാളെ ഞങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇല്ല, എന്ത് ജോലി ഞാൻ ചെയ്തോളാം, വിദ്യാഭ്യാസ യോഗ്യത നോക്കണ്ട. അപ്പോൾ പറഞ്ഞു, പോട്ടെന്ന് വിചാരിച്ചിട്ട് ആരാധനയ്ക്ക് വരുന്നവർ ഷൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിച്ചെറിഞ്ഞിട്ടാണ് പോകുന്നത്, അത് ഒന്ന് അടുക്കി പറക്കി കറക്റ്റായിട്ട് വെക്കണം, ആൾക്കാർ വരുമ്പോഴും. ആ പുള്ളി വിചാരിച്ചു ഇപ്പോൾ പോകുമെന്ന, പക്ഷേ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. വാതൊക്കെ നിൽക്കുക. എന്നിട്ട് ഷൂ ആൾക്കാർ വലിച്ചെറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നത് എടുത്ത് തുടച്ച് വൃത്തിയാക്കി വെക്കും. ഓരോരുത്തർ വരുമ്പോൾ പുഞ്ചിരിയോടെ, 1 വർഷമല്ല 2 വർഷമല്ല 3 വർഷമല്ല ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വില്യം ബൂത്ത് ഒരു വലിയ ശുശ്രൂഷ അവിടെ പ്ലാൻ ചെയ്തു, വലിയൊരു ക്രൂസൈഡ് പ്ലാൻ ചെയ്തു. അതിൽ പ്രസംഗിക്കാൻ ഒരു വലിയ ക്രൂസൈഡ് പ്രസംഗകനെ ക്ഷണിച്ചു. പക്ഷേ അന്ന് ആ ദിവസം അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. വില്യം ബൂത്ത് ആകെ വിഷമിച്ചു. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഭാരപ്പെട്ടു. എങ്ങനെ കാര്യങ്ങൾ നടക്കും, ആര് പ്രസംഗിക്കും വലിയ ജനസമൂഹത്തോട് എന്ന് പറഞ്ഞ് പ്രാർത്ഥന മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, അതെ, നിൻ്റെ സൂക്ഷിപ്പുകാരനായ സാവുൾ ഓറൻബർഗാണ് ഇന്ന് പ്രസംഗം ചെയ്യുന്നത്. അപ്പം പറഞ്ഞു, അവനൊരു സൺഡേ സ്കൂളിൽ പോലും ക്ലാസ് എടുക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. എന്തായിരുന്നാലും ഹല്ലേലൂയ, അവനെ ഞാൻ ഇന്ന് മാനപാത്രമായി തിരഞ്ഞെടുത്തിരിക്കുക എന്ന് പറഞ്ഞു. ഈ കർത്താവിൻ്റെ ദാസൻ്റെ എനിക്ക് ഇത് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ഏറ്റെടുത്തു. പതുപോലെ ജനം വന്ന് നിറഞ്ഞു നിൽക്കുന്ന വലിയ ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, സാവുൾ ഓറൻബർഗും വില്യം ബൂത്തും കൂടെ ഗ്രൗണ്ടിലേക്ക് പാദം ചവിട്ടിയപ്പോൾ ആത്മാവ് പെരുമഴയായി പെയ്തിറങ്ങാൻ തുടങ്ങി. താൻ ദൈവസന്നിധിയിൽ ദൈവവചനവുമായി നിന്നപ്പോൾ അനേകർ അനുതാപത്തോടെ നിലവിളിച്ചു, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. അനേകർ ദൈവകൃപയിലായി തീർന്നു. അനേകർ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഹല്ലേലൂയ, താണിരിക്കുന്നത്, ഉള്ളതിൽ സംതൃപ്തിയായിരിക്കുന്നത്, വിനയപ്പെടുന്നത് ബലഹീനതയല്ല, ദൈവകൃപയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നെ താഴ്ത്തുമെങ്കിൽ ദൈവം നമ്മളെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എത്രത്തോളം താഴാമോ അത്രത്തോളം താഴുവാനിടയാകണം. അവൻ പറയുകയാണ്, അതിൽ സംതൃപ്തനാ. അവസാനമായി ഒറ്റ കാര്യം, അതവൻ പൂർണ്ണമായി അനുസരിച്ചു. അങ്ങനെ പറഞ്ഞു. 3 കാര്യങ്ങളാണ് പറഞ്ഞു. 1, അവൻ എൻ്റെ ദാസനാണ്. 2, അവന് വേറൊരു സ്വഭാവം. 3, അവൻ പൂർണ്ണമായി അനുസരിച്ചു. നമ്മളൊക്കെ അനുസരിപ്പിക്കുന്നവരാണ്. അനുസരിക്കണമെങ്കിൽ ഈ അനുസരിക്കാൻ പറയുന്ന ആളുടെ ആളത്വം നമ്മൾ മനസ്സിലാക്കണം. ശക്തി, പദവി, മഹത്വം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ തിരുമനസ്സൻഡരിക്കൽ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അത് പൂർണ്ണമായിട്ട് അനുസരിക്കും. കാരണം ഈ ഭദ്രാസനത്തിൻ്റെ അധിപനാണ്, യഹൂദ ഗോത്രത്തിലെ സിംഹമായ, ദാവീദിൻ്റെ പേരായ, അവസാനിക്കാത്ത രാജ്യത്വമുള്ളവൻ നമ്മോട് പറയുമ്പോൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. അതുകൊണ്ടാണ് യേശുവിൻ്റെ അമ്മ കാനാവിലെ കല്യാണത്തിന് അവിടെ ചെന്ന് കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്, എൻ്റെ നാഴിക വന്നിട്ടില്ല. അവൾ എന്ന് ബാല്യക്കാരോട് സംസാരിച്ചു. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. പ്രയാസമുള്ള കാര്യമാണ് ചെയ്യാൻ പറഞ്ഞത്. ഞാൻ അവിടെ എന്താ കൽപ്പിച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ? എൻ്റെ ഒരു ചിന്ത, യേശുവിൻ്റെ പുറകെ അവർ നടന്നു കാണും. നിങ്ങളെന്താ എൻ്റെ പുറകെ വരുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൽപ്പിച്ചാൽ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുക. ഐ ആം റെഡി, തയ്യാൻ.
അപ്പോൾ പറഞ്ഞു, ആ കൽപ്പാത്രങ്ങൾ, കാല് കഴുകാൻ ഉപയോഗിക്കുന്ന കൽപ്പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കി അതിൽ വക്കോളം നിറയ്ക്കാൻ പറഞ്ഞു, വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. ചോദ്യം ചെയ്തില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കും, യേശുവിൻ്റെ കണ്ണത്ര നല്ല കണ്ണാണെന്നറിയോ? ഒഴിഞ്ഞ കൽപ്പാത്രം, ഒഴിഞ്ഞ നല്ല നിറമുള്ള ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിലയുള്ള ഒന്നാന്തരം പാത്രം കലവറയിലുണ്ട്. പക്ഷേ യേശുവിൻ്റെ കണ്ണ് ഒഴിഞ്ഞു കിടക്കുന്ന, കാല് കഴുകാനോടി ഉപയോഗിക്കുന്ന കൽപ്പാത്രങ്ങളാണ്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ അതുപോലൊരു കൽപ്പാത്ര. എൻ്റെ അപ്പനും അമ്മയ്ക്കും ഏകമകനായി, സഹോദരന്മാരും സഹോദരിമാരൊന്നുമില്ല. എൻ്റെ അപ്പൻ എക്സ്പ്ലോസിവ്സ് വെടിമരുന്ന് കടയായിരുന്നു. തൃശ്ശൂർ പൂരം, തലവൂർ പൂരം, പട്ടാഴിക്കമ്പം ഇതൊക്കെ വെച്ച് ദൈവമില്ല എന്ന് പറഞ്ഞും പഠിപ്പിച്ച് നടന്ന ആളാണ്. പറയട്ടെ ദൈവമക്കളെ, 2ാം ക്ലാസ്സിൽ മറിഞ്ഞു വീഴുന്നതിന് മരുന്നായി എനിക്ക് കള്ള് തന്നു. 10ാം ക്ലാസ്സിലായപ്പോഴത്തേക്ക് കൈ വിറയ്ക്കുന്ന അനുഭവമായി. 22ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു. വിവാഹം കഴിക്കുമ്പോൾ കൈ വിറയ്ക്കുന്ന അനുഭവമായിരുന്നു. എൻ്റെ അമ്മ ഒരിക്കൽ തലയിൽ കൈ വെച്ച് പ്രാഗി പറഞ്ഞു, നാളെ എൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് പറയാം, ഇങ്ങനൊരു മോൻ വേണ്ടായിരുന്നു. എൻ്റെ ഭാര്യ പറഞ്ഞു, ഭ്രാന്തൻ്റെ കൂടെ ജീവിക്കുന്നേ, എനിക്ക് ജീവിക്കണ്ട. എൻ്റെ അപ്പൻ പറഞ്ഞു, പോയി ചത്തൂടെ, എന്തിനാടാ ഭൂമിക്ക് ഭാരമായി ജീവിക്കുന്നത്. എൻ്റെ അമ്മായിമ്മ പറഞ്ഞു, അവനോട് സംസാരിക്കാൻ കൊള്ളത്തില്ല, സംസാരിക്കാൻ കൊള്ളാത്തവനാ. ഞാൻ പറയട്ടെ, ഇന്ന് അഭിമന്യ തിരുമനസ്സിൻ്റെ മുമ്പാകെ, ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരുടെ മുമ്പാകെ, ദൈവജനത്തിൻ്റെ മുമ്പാകെ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഭദ്രാസന കൺവെൻഷൻ ഇവിടെ നിൽക്കുമ്പോൾ, ദൈവമക്കളെ, കണ്ണ് നിറയാതെ എനിക്കിത് പറയാൻ പറ്റത്തില്ല. കൽപ്പാത്രത്തെ കണ്ടൊരു കർത്താവ്, പ്രൈസ് ദി ലോർഡ്, കഴുകി വെടുപ്പാക്കിയെന്ന് മാത്രമല്ല, ഹല്ലേലൂയ, അതിൽ വക്കോളം നിറച്ച് കഴിഞ്ഞപ്പോൾ കൊണ്ടു കൊടുക്കുക. അയാളവിടെ കലിതുള്ളി നിൽക്കുക. ആരാ? കലവറക്കാരൻ. വീഞ്ഞ് തീർന്ന് നിൽക്കുക. അയാൾ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് മടുത്തു. അങ്ങനെ നിൽക്കുമ്പം പച്ചവെള്ളം കൊണ്ട് കൊടുത്താൽ എങ്ങനെ ആയിരിക്കും സ്ഥിതി? പക്ഷേ പറഞ്ഞത് കൽപ്പിച്ചവനാ. പ്രൈസ് ദി ലോർഡ്. അവർ കൊണ്ടു കൊടുത്തപ്പോൾ അവൻ പറയുകയാണ്, ഇത്ര നല്ലത് അവിടെ വെച്ചിരുന്നു. ഞാനൊരു കാര്യം പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കട്ടെ, കർത്താവ് തരുന്നത് ഏറ്റവും നല്ലതാ. അത് അവസാനം അവൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര അനുഗ്രഹകരമായൊരു കാര്യം. അവർക്ക് മാത്രമേ ഇത് എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൂ. അവസാനമായി ഓശാന ഞായറാഴ്ച യേശു കർത്താവ് എഴുന്നള്ളെന്ന് നമുക്കറിയാം. അതിനുവേണ്ടി ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലണം. എതിരെയുള്ള ഗ്രാമത്തിൽ ചെന്നിട്ട് ഒരു കഴുതക്കുട്ടിയെ അഴിച്ചുകൊണ്ട് വരണം. സ്വന്തം ഗ്രാമത്തിലല്ല, വല്ലോൻ്റെയും ഗ്രാമത്തിൽ പോയി വല്ലോൻ്റെയും കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്ന അഴിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അടി എപ്പോൾ കിട്ടുന്നല്ലേ. പക്ഷേ ഒരു കാര്യം പറഞ്ഞു, ആരെങ്കിലും ചോദിച്ചാൽ ഉത്തരവുണ്ട്. ഗുരുവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. ദൈവമക്കളെ, ചോദിച്ചാൽ ഉത്തരമുണ്ട്. എന്താ? ഗുരുവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. ദൈവമക്കളെ, അല്പപ്രയാസമുള്ള കാര്യം എൻ്റെ കർത്താവ് പറയുന്നത് പോലെ അനുസരിച്ചതുവെങ്കിൽ സ്വർഗം ഇന്ന് നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ കണ്ണ് അത്ഭുതങ്ങളെ കാണും. നിൻ്റെ കണ്ണ് അനുഗ്രഹമായി തീരും. ഞാൻ ചോദിക്കട്ടെ, ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുമ്പോൾ, ദൈവം നമ്മളെ നോക്കിയിട്ട്, നമ്മൾ ദൈവത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. അവൻ എൻ്റെ കർത്താവാണെന്നും അവൻ എൻ്റെ ദൈവമാണെന്നും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് കർത്താവ് നമ്മളെ നോക്കിയിട്ട്, ഇവൻ എൻ്റെ ദാസനാണ്, ഇവൻ എൻ്റെ ദാസിയാണ്. ചിലപ്പോൾ നമ്മൾ പറയും ഞാൻ അവൻ്റെ ദാസിയാണെന്ന്. എന്നാൽ ദൈവം പറയണം, അവൻ്റെ ഇഷ്ടം ചെയ്യുന്നതായ എൻ്റെ ജീവിതം, അവൻ്റെ ഇഷ്ടം മാത്രമാണ് എൻ്റെ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. അതിനായി ദൈവകരങ്ങൾ സമർപ്പിക്കും. അതുമാത്രമല്ല, വേറൊരു സ്വഭാവം. എന്താ വേറെ സ്വഭാവം? പറ്റി നിന്ന് രൂപാന്തരം പ്രാപിച്ച സ്വഭാവം, ഉള്ളിലായിത്തീരുന്ന സ്വഭാവം, എൻ്റെ ഇടം നൽകിക്കൊടുക്കുന്ന സ്വഭാവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനേക്കാൾ ഉപരിയായി, ഹല്ലേലൂയ, അമർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ സമാധാനമുണ്ടാക്കുന്ന പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ ഒരു സമാധാനപുത്രനായി തീരാൻ, അനുഗ്രഹകരമായ അനുഭവത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സാക്ഷ്യം ഉൾക്കൊള്ളാൻ, നിൻ്റെ കുടുംബത്തിൽ ആ ഒരു അനുഭവത്തെ സമാധാനപുത്രനായി തീരാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കും. അതുമാത്രമല്ല, ഹല്ലേലൂയ, ഉള്ള കാര്യങ്ങളിൽ തൃപ്തനായിരിക്കാൻ, ആയിരിക്കുന്ന ഇടങ്ങളിൽ തൃപ്തനായിരിക്കാൻ, ഹല്ലേലൂയ, പ്രാർത്ഥനാനുഭവത്തിൽ ഇന്നും ബലഹീനത, കാലത്തിൻ്റെ നീക്കത്തിൽ വിശ്വാസം ചോർന്നു പോവുകയല്ല, പ്രാർത്ഥനാ ജീവിതം തളർന്നു പോവുകയല്ല. ഇന്നും എനിക്ക് പോരാടാൻ, ഇന്നും എനിക്ക് പ്രാർത്ഥിക്കാൻ, ഇന്നും എനിക്ക് ശക്തി നൽകുന്ന അനുഭവം. അതുമാത്രമല്ല, പൂർണ്ണമായി അനുസരിക്കാൻ. ഹല്ലേലൂയ. നമുക്ക് ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം
ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മളെ നോക്കുകയാണ് ഒരു കണ്ണുകൊണ്ട്. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് നമുക്കൊന്ന് സമർപ്പിക്കാം. എല്ലാ ദൈവമക്കളും ആത്മാർത്ഥമായി നമുക്കൊന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കാം. കർത്താവേ, നിൻ്റെ അഗ്നിജാലക്കൊത്ത കണ്ണുകൊണ്ട് എന്നെ നോക്കുമ്പോൾ, ഹല്ലേലൂയ, നീ എന്നെ വിലയ്ക്ക് വാങ്ങിയ അനുഭവങ്ങളെ ഓർത്ത് എൻ്റെ സന്തോഷം നിൻ്റെ വേല ചെയ്യുന്നതാ. പ്രൈസ് ദ ലോർഡ്. നിൻ്റെ ഹിതം നിറവേറ്റുന്നതാ എൻ്റെ സന്തോഷമെന്ന് പറഞ്ഞ് അതിനെ അനുഭവിക്കാൻ ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം. എൻ്റെ ഇടം ഞാൻ നിനക്ക് തരികയാ. ഹല്ലേലൂയ. മന്ദബുദ്ധി എന്ന് വിളിക്കട്ടെ, ഹല്ലേലൂയ, കഴിവില്ലാത്തവനെന്ന് വിളിക്കട്ടെ, എൻ്റെ ഇടം ഞാൻ നിനക്ക് തരുന്നെന്ന് പറഞ്ഞ് നിൻ്റെ ഹൃദയത്തിൻ്റെ കവാടം അതിനായി തുറന്നു കൊടുക്കാം. ഹല്ലേലൂയ. ജീവിതത്തിൽ പ്രശ്നമുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കും. എവിടെ നോക്കിയാലും പ്രതിസന്ധിയാ, എവിടെ നോക്കിയാലും കലക്കത്തിൻ്റെ അനുഭവങ്ങളാ. എന്നാൽ ഇന്ന് രാത്രി നമുക്ക് സമാധാനത്തിൻ്റെ പ്രഭു നമ്മുടെ ഉള്ളിൽ വസിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ഒരു വാക്ക് ഒരു കാലെങ്കിലും സമാധാനത്തിന് വേണ്ടി എടുത്തു വെക്കാൻ, പിണങ്ങാൻ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ ഇണങ്ങാൻ ഏതെങ്കിലും ഒരു കാരണം നമുക്ക് അന്വേഷിക്കാം. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ തൃപ്തനാ. അവൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണമായി അനുസരിക്കാൻ, അവനെ ഭയപ്പെട്ടുകൊണ്ട്, അവൻ്റെ നിസ്തുല്യതയും പദവിയും മഹത്വവും ഒക്കെ നമ്മൾ ആളത്വവും ഒക്കെ മനസ്സിലാക്കി, കർത്താവേ, നീ അരുളി ചെയ്യുന്നത് ഞാൻ പ്രവർത്തിക്കും. പ്രൈസ് ദ ലോർഡ്. യഹോവേ, അരുളി ചെയ്യണമേ, ഞാൻ ഇതാ കേൾക്കുന്നെന്ന് പറയാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വലതുകരം ഒന്ന് നെഞ്ചത്ത് വെച്ച് ആത്മാർത്ഥമായി നമുക്കൊന്ന് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവമായ കർത്താവേ, ദൈവവചനം കഴിഞ്ഞ 4 ദിവസമായി ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. ദൈവഗീതം എന്താണെന്ന് തിരിച്ചറിയാൻ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. നീ ഞങ്ങളെ നോക്കി നിൻ്റെ ദാസനെന്ന് പറയാൻ. പ്രൈസ് ദി ലോർഡ്. പൂർണ്ണമായി നിന്നോട് പറ്റി നിൽക്കുന്ന വേറൊരു സ്വഭാവം, ക്രിസ്തുവിലായിത്തീരുന്ന സ്വഭാവം, പുതിയ സൃഷ്ടിയായിത്തീരുന്ന സ്വഭാവം അവൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. ദൈവമായ കർത്താവേ, ഈ സഭയ്ക്ക് നീ അങ്ങനെ ഒരു നേതൃത്വം നൽകുന്നതുകൊണ്ട് സ്തോത്രം. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ, ഇന്നത്തെ സമർപ്പണത്തിൽ സ്വർഗം സന്തോഷിച്ചതിനാൽ സ്തോത്രം. വചനം കേട്ട് അങ്ങ് പോകുന്നവരായിട്ടല്ല, അനുസരിക്കുന്നവരായി തീരാൻ സഹായിക്കണമേ. മഹത്വം തിരുമേനി എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ.